شيطان وهامة ومن كل عين لامة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. اللهم لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. اللهم عليك توكلنا وإليك أنبنا وإليك المصير. اللهم رحمتك نرجو فلا تكلنا إلى أنفسنا طرفة عين وأصلح لنا شؤوننا كله لا إله إلا أنت. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله لا إله إلا هو وعلى الله فليتوكل المؤمنون. يا أيها الذين آمنوا إن من أزواجكم وأولادكم عدوا لكم فاحذروهم وإن تعفوا وتصفحوا وتغفروا فإن الله غفور رحيم. إنما أموالكم وأولادكم فتنة والله عنده أجر عظيم. صدق الله العلي العظيم وصدق وبلغ رسوله الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ഈ മഹത്തായ പരിപാടിയുടെ പ്രാർത്ഥന നടത്തി വളരെ അർത്ഥവത്തായ പ്രഭാഷണം നടത്തി നമ്മെ അനുഗ്രഹിച്ച അഭിവന്യരായ കെ വി അബ്ബാസ് ദാരിമി ഉസ്താദ് അവർകൾ സ്വാഗത ഭാഷണം നടത്തിയ നമ്മുടെ മുഅദ്ദിൻ അഭിവന്യരായ അമീർ ഹിമമി ഉസ്താദ് അവർകൾ, മറ്റു ഈ മഹത്തായ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന നമ്മുടെ ജമാഅത്തിൻ്റെ അഭിവന്യരായ ഖതീബ് ഉസ്താദ് ജഅഫർ സ്വാദിഖ് സഅദി അവർകൾ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന നമ്മുടെ ജമാഅത്തിൻ്റെ ഉറൂസ് കമ്മിറ്റിയുടെയൊക്കെ കർമ്മോത്സുകരായ കമ്മിറ്റി ഭാരവാഹികളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ മഹത്തായ സംഗമം സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. നാഫിയായ ഇൽമും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരികയും ശിഷ്ടകാലം തെറ്റുകൾ ചെയ്യാതെ ജീവിക്കാനും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് പുഞ്ചിരിച്ചുകൊണ്ട് ലോകത്തോട് വിട പറയാനും
അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഭക്ഷണം നൽകിയ വീട്ടുകാരുണ്ട്, അവർക്ക് അല്ലാഹു സ്വർഗീയ ഭക്ഷണവും സ്വർഗീയ പാനീയവും സ്വർഗീയ സുഖങ്ങളും നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അതുപോലെ നമ്മുടെ മലനാട് തട്ടുകട അവിടുത്തെ കുട്ടികൾ പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിരുന്ന അല്ലാഹു അവരുടെ കച്ചവടത്തിലൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതും നമ്മൾ ഓതിയതും നമ്മുടെ ഈ മഹത്തായ സദസ്സിൻ്റെ മഹത്വങ്ങളൊക്കെ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മഹാനുഭാവന്റെ ഹദറത്തിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവരുടെ കൂടെ നാളെ പാരത്രിക ലോകത്ത് സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, ലഹരിയിൽ ഉരുകിത്തീരുന്ന കൗമാരം, ഇതാണ് നമ്മുടെ വിഷയം. ലഹരി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് കള്ളും, പണ്ടൊക്കെ കള്ളായിരുന്നു, ഇപ്പൊ കള്ളും കഞ്ചാവും MDMA ഒക്കെയാണ്. അതല്ലാത്ത ഒരുപാട് അഡിക്ഷനുകൾ, ഒരുപാട് ലഹരി ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. കള്ളിനേക്കാളൊക്കെ അപകടകരമായ അഡിക്ഷൻ നമ്മുടെ ചെറുപ്പക്കാർക്ക് വേറെ പലതുണ്ട്. എല്ലാ ലഹരികളെ കുറിച്ചും അതിൽ നിന്ന് നമ്മുടെ മക്കളെ എങ്ങനെ മുക്തമാക്കാം എന്നൊക്കെയാണ് ഇന്ന് വളരെ പ്രധാനമായി ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു നമ്മുടെ മക്കളൊക്കെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ആമുഖമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു നമ്മൾക്ക് മക്കളെ അനുഗ്രഹമായിട്ടും നിഗ്രഹമായിട്ടും തരും. ചിലപ്പോൾ അത് നിഅമത്താകും, ചിലപ്പോൾ അത് നിഖ്മത്താകും. ചിലപ്പോൾ വലിയ സൗഭാഗ്യമാകും, ചിലപ്പോൾ ദുർഭാഗ്യമാകും. എല്ലാറ്റിലും അള്ളാഹുവിൻ്റെ അടുത്ത് ഹിക്മത്തുണ്ടാകും, അള്ളാഹുവിൻ്റെ അടുത്ത് ചില യുക്തി ഉണ്ടാകും. അള്ളാഹുവിൻ്റെ യുക്തിയെ ചോദ്യം ചെയ്യാൻ നമ്മൾക്ക് കഴിയില്ല. നമ്മൾ അള്ളാഹുവിൽ ഖൈർ പ്രതീക്ഷിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നതാണ് നമ്മുടെ ഈ മുസ്ലിം ഉമ്മത്തിനോട് അള്ളാഹു ആവശ്യപ്പെടുന്നത്. പ്രാർത്ഥനയാണ്, അള്ളാഹുവിനോട് ഖൈർ ചോദിക്കലാണ്, എല്ലാറ്റിലും ഖൈർ ചോദിക്കലാണ്. അതാണ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ, അള്ളാഹുവേ നീ ബർക്കത്ത് ചെയ്യണം എന്നാണ് നമ്മൾ ദുആർക്കുന്നത്. റജബിലും ശഅബാനിലും മാത്രമല്ല ബർക്കത്ത് വേണ്ടത്, മക്കളിൽ ബർക്കത്ത് വേണം, നമ്മുടെ കണ്ണിൽ ബർക്കത്ത് വേണം, നമ്മുടെ ചെവിയിൽ ബർക്കത്ത് വേണം, നമ്മുടെ ഖൽബിൽ ബർക്കത്ത് വേണം, നമ്മുടെ മക്കളിൽ, നമ്മുടെ വീടിൽ, നമ്മുടെ കൃഷിയിൽ, നമ്മുടെ കച്ചവടങ്ങളിൽ, എല്ലാറ്റിലും ബർക്കത്ത് വേണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമായി ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി അസ്മാഇനാ, ഞങ്ങളുടെ കണ്ണിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്, ഞങ്ങളുടെ ചെവിയിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്, ഫി അബ്സ്വാരിനാ, ഞങ്ങളുടെ കണ്ണിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്, വഫീ ഖുലൂബിനാ, ഞങ്ങളുടെ ഹൃദയത്തിലും ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്, വഫീ അസ്വാജിനാ, ഞങ്ങളുടെ ഇണകളിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഇണകളിൽ ബർക്കത്ത് നഷ്ടപ്പെടുമ്പോൾ കുടുംബത്തിലെ സമാധാനം നഷ്ടപ്പെടും. സൗന്ദര്യമുള്ള സമാധാനമില്ലാത്ത ഭാര്യ വീട് നരകമാക്കും. എന്നാൽ സൗന്ദര്യം ഇല്ലെങ്കിലും വീട്ടിൽ സമാധാനം നൽകുന്ന ഭാര്യ നമ്മുടെ വീടിനെ സ്വർഗമാക്കും. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി അസ്വാജിന, അല്ലാഹുവേ വീട് സ്വർഗമാക്കുന്ന ഭാര്യ എനിക്ക് തരണം എന്നാണ് ഇതിന്റെ അർത്ഥം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി അസ്വാജിന വ ദുർരിയാതിന,
അല്ലാഹുവേ ഞങ്ങളുടെ മക്കളിൽ നീ ബറക്കത്ത് ചെയ്യണേ റബ്ബേ. മക്കൾ ഒരേ സമയം അനുഗ്രഹവും ആപത്തുമായി മാറാറുണ്ട്. മക്കളിൽ ബറക്കത്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ മക്കളിലെ വിജയം ഞങ്ങൾക്ക് തരണം, കൺകുളിർമയുള്ള മക്കളാക്കണം എന്നാണ്. അതാണ് ആദ്യമായി ഇവിടെ സൂറത്തു തഗാബുനിൽ ഒരു ആയത്ത് ഓതിയത്. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഇന്ന മിൻ അസ്വാജിക്കും വ ഔലാദിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ സന്താനങ്ങളിലും അദുവല്ലക്കും, ശത്രുക്കളുണ്ട്. അദുവല്ലക്കും, നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ ശത്രുവായേക്കാം, നിങ്ങളുടെ മക്കള് ശത്രുക്കളായേക്കാം. മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ അദുവല്ലക്കും, നിങ്ങൾക്ക് ശത്രുവായിരിക്കും. പ്രവാചകന്മാര് പോലും ഇതിൽ നിന്ന് രക്ഷപ്പെട്ടില്ലെന്ന. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മക്കൾ ശത്രുവായിട്ടുണ്ട്, അള്ളാഹുവിന്റെ ദീനിൽ വിശ്വസിച്ചില്ല. അപ്പൊ പ്രവാചകന്മാരുടെ ഭാര്യ, പ്രവാചകന്മാരുടെ മക്കൾ, ഇവരൊക്കെ ശത്രുക്കളായ ചില ഉദാഹരണം കാണിച്ചു തന്നത് ഇത് നിങ്ങളുടെ സൊസൈറ്റിയിൽ, നിങ്ങളുടെ സമൂഹത്തിൽ ഉണ്ടാകാം, സ്വാഭാവികമാണ്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ലെങ്കിൽ ലൂത്ത് നബിയുടെ ഭാര്യ, നൂഹ് നബിയുടെ ഭാര്യ, അവരൊന്നും ഇസ്ലാമിനെതിരെ പ്രവർത്തിക്കുന്നവരാകാൻ പാടില്ലായിരുന്നു, അല്ലെ? അള്ളാഹു ഏറ്റവും തെരഞ്ഞെടുത്ത മനുഷ്യന്മാരാണ് പ്രവാചകന്മാർ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം അമ്പിയാക്കളോടാണ്. ആ അമ്പിയാക്കളുടെ ഭാര്യ അവര് ഇസ്ലാമിന് പുറത്താണെങ്കിൽ, അവരൊരു പക്ഷെ ഭർത്താവിന്റെ ശത്രുവായി മാറുന്നുണ്ടെങ്കിൽ നമ്മളിൽ അത് ഉണ്ടാകാം. ഇന്ന മിൻ അസ്വാജിക്കും, നിങ്ങളുടെ ഇണകൾ നിങ്ങളുടെ ശത്രുവായി മാറിയേക്കാം. വ ഔലാദിക്കും, നിങ്ങളുടെ മക്കളും നിങ്ങളുടെ ശത്രുവായി മാറിയേക്കാം. ഫഹദറൂഹും, നിങ്ങളവരെ സൂക്ഷിക്കണേ. ഫഹദറൂഹും, നിങ്ങളവരെ സൂക്ഷിക്കണം. സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ നാളെ നരകത്തിലെത്തുന്നത് മക്കൾ കാരണത്താലായിരിക്കും, ഭാര്യ കാരണത്താലായിരിക്കും. നാളെ മഹ്ശറയിലെത്തുമ്പോൾ മക്കൾ അല്ലാഹുവിനോട് പറയുന്നൊരു രംഗം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. റബ്ബനാ അരിനൽ ലദൈനി അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ് നജഅൽഹുമാ തഹ്ത അഖ്ദാമിനാ വലിയകൂനാ മിനൽ അസ്ഫലീൻ. അല്ലാഹുവേ, ഞങ്ങളെ വഴിപിഴപ്പിച്ച ഞങ്ങളുടെ ഉമ്മയെ, ഞങ്ങളുടെ ഉപ്പയെ കാണിച്ചു താ അല്ലാഹ്. ഞങ്ങളെ വഴികേടിലാക്കിയ ഞങ്ങളുടെ പിതാവിനെ, ഞങ്ങളുടെ മാതാവിനെ നീ കാണിച്ചു താ അല്ലാഹ്. ലിനജഅൽഹുമാ തഹ്ത അഖ്ദാമിനാ, അവരുടെ നെഞ്ചിൽ കയറി ഞങ്ങൾ ഡാൻസ് ചെയ്യട്ടെ റബ്ബേ. ലിനജഅൽഹുമാ തഹ്ത അഖ്ദാമിനാ, അവരുടെ നെഞ്ചത്ത് കയറി ഞങ്ങൾ നിൽക്കട്ടെ എന്ന് അല്ലാഹുവിനോട് നമ്മുടെ മക്കൾ പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എന്താ അതിന്റെ അർത്ഥം? മാതാപിതാക്കൾ സ്വർഗത്തിലേക്ക് തയ്യാറായി നിൽക്കുമ്പോൾ ആ മാതാവിനെയും പിതാവിനെയും സ്വർഗത്തിൽ നിന്ന് തടയുന്നത് മക്കളായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഏത് മക്കള്? ദുനിയാവിലെല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത മക്കള്. അവർക്കൊരു പനി വരുമ്പോൾ നമ്മളും പനിച്ചു കിടന്നു. അവർക്കൊരു തലവേദന വരുമ്പോൾ നമ്മളും ഉറക്കമൊഴിച്ചു. അവർക്ക് വിശക്കുമ്പോൾ നമ്മളും പട്ടിണി കിടന്നു. ജീവിതത്തിന്റെ നല്ല സമയങ്ങളെല്ലാം മക്കൾക്ക് വേണ്ടി നമ്മൾ മാറ്റിവെച്ചു. അവർക്ക് വേണ്ടി നമ്മൾ വിയർപ്പൊഴിച്ചു, നമ്മൾ ത്യാഗം ചെയ്തു. എന്നിട്ട് നമ്മൾ പറഞ്ഞു, എല്ലാം ഞാൻ നിനക്ക് വേണ്ടിയാണ് ചെയ്തത്. ഈ മക്കളാണ് നാളെ മഹ്ശറയിൽ അല്ലാഹുവിനോട് പറയുന്നത്, ഇനജഅൽഹുമാ തഹ്ത അഖ്ദാമിനാ, അല്ലാഹുവേ കാണിച്ചു താ ഞങ്ങളുടെ ഉമ്മയെ, ഞാൻ നെഞ്ചത്ത് കയറട്ടെ. കാണിച്ചു താ ഞങ്ങളുടെ പിതാവിനെ, ഞാൻ പിതാവിന്റെ നെഞ്ചത്ത് കയറട്ടെ, നെഞ്ചത്ത് ചവിട്ടട്ടെ. സത്യത്തിൽ മാതാപിതാക്കൾ സ്വർഗത്തിലേക്ക് പോകേണ്ടവരാണ്. പക്ഷേ അവരെ കോളറും പിടിച്ചിട്ട് മക്കള് നരകത്തിലേക്ക് വലിച്ചിഴക്കുന്ന രംഗമുണ്ടാകും. അതാണ് മക്കൾ ശത്രുക്കളായി മാറുന്ന രംഗം. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, തീർച്ചയായും നാളെ അല്ലാഹു തആല
മക്കളോട് മാതാപിതാക്കളോടുള്ള കടമയെക്കുറിച്ച് ചോദിക്കുന്നതിനും മുമ്പേ മാതാപിതാക്കളോട് മക്കളോടുള്ള കടമകളെ കുറിച്ച് ചോദിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യം അല്ലാഹു മക്കളോട് മാതാപിതാക്കളോടുള്ള കടമയല്ല ചോദിക്കുക. അതിനു മുമ്പ് മാതാപിതാക്കളെ ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്, ചോദ്യം ചെയ്യാനുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മക്കളോടുള്ള ബാധ്യതകളെ വീട്ടിയിട്ടുണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഒരു മാതാവ്, ഏതെങ്കിലും ഒരു പിതാവ് മക്കളോടുള്ള കടമകൾ വീട്ടാതെ, മക്കളോടുള്ള ഉത്തരവാദിത്തം ചെയ്യാതെ മരിച്ചുപോയിട്ടുണ്ടെങ്കിൽ ആ മക്കള് പറയുമത്രേ, ലാ അദ്ഖുലുൻ നാറ ഹത്താ യദ്ഖുല അബീ മിൻ ഖബ്ലി. എന്റെ പിതാവ്, എന്റെ മാതാവ് നരകത്തിൽ പ്രവേശിക്കാതെ ഒരു കാരണവശാലും ഞാനും നരകത്തിൽ പ്രവേശിക്കാൻ തയ്യാറല്ല എന്ന് മക്കള് പറയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. അതോ മാതാപിതാക്കൾ, എന്റെ ഉമ്മ എന്നെ വഴികേടിലേക്ക് നയിച്ച എന്റെ ഉമ്മ. ഉമ്മമാരെത്ര മോശമായാലും ഉമ്മമാരെ നമ്മൾ ബഹുമാനിക്കണം. എത്ര മോശമായാലും ഉമ്മമാരെ ബഹുമാനിക്കണം. ഉമ്മമാരിപ്പോ എല്ലാ ഉമ്മമാരും നല്ല മനുഷ്യന്മാരായിക്കൊള്ളണമെന്നില്ല. ഇവിടെ എത്രയോ കൊലപാതകം നടത്തുന്ന ഉമ്മമാര് വരെയുണ്ട്. സയനൈഡ് കൊടുത്തിട്ട് കുടുംബത്തിൽ 6 പേരെ കൊന്ന ഉമ്മമാരുണ്ട്. പക്ഷെ ആ മക്കളെ സംബന്ധിച്ചിടത്തോളം അവന്മാരെ ബഹുമാനിക്കണം. അപ്പൊ അങ്ങനെ മാതാപിതാക്കൾ മക്കളെ ദീനിയായി വളർത്താത്ത ചില മാതാപിതാക്കൾ ഉണ്ടാവും, ചില ഉമ്മമാരുണ്ടാവും, ചില ഉപ്പമാരുണ്ടാവും. അവരാരായാലും ആ മാതാവിനെ സംബന്ധിച്ചിടത്തോളം മഹ്ശറയിൽ ഈ മക്കൾ അവർക്ക് ശത്രുവാണ്. നിങ്ങളൊരു പക്ഷെ അവസാന കാലത്ത് നന്നായി തോബൊക്കെ ചെയ്ത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായി നല്ല രീതിയിൽ മരിച്ചു എന്ന് തന്നെ കരുതുക. പക്ഷേ നിങ്ങളുടെ മക്കളെ വളർത്തേണ്ട രീതിയിൽ വളർത്താതെ അവർ പരിശുദ്ധ ദീനിനോട് യാതൊരു ബന്ധവുമില്ലാതെ തെമ്മാടികളായി ജീവിച്ച് തെമ്മാടികളായി മരിച്ചു പോയാൽ ആ മക്കൾ അല്ലാഹുവിനോട് പറയുന്ന ഡയലോഗ് ഇങ്ങനെ ആയിരിക്കും, ലാ അദ്ഖുലുൻ നാറ ഹത്താ യദ്ഖുല അബീ മിൻ ഖബ്ലി. എന്റെ ഉപ്പ, എന്റെ ഉമ്മ അവരാദ്യം നരകത്തിൽ കയറട്ടെ. ഞാൻ മോശാകാനുള്ള കാരണാരാ? ഉപ്പയാണ്. ഞാൻ മോശാകാനുള്ള കാരണാരാ? ഉമ്മയാണ്. അതുകൊണ്ട് അവര് നരകത്തിൽ പ്രവേശിക്കാതെ ഞാൻ പ്രവേശിക്കൂല എന്ന് മക്കള് പറയുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സൂക്ഷിക്കണം. അതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഞാൻ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഇന്ന മിൻ അസ്വാജിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ഇണകളിലും വഔലാദിക്കും നിങ്ങളുടെ മക്കളിലും സന്താനങ്ങളിലും അദുവല്ലക്കും ശത്രുക്കളുണ്ട്, ഫഹദറൂഹും നിങ്ങളവരെ സൂക്ഷിക്കണം. വഇൻ തഅഫൂ വതസ്ഫഹൂ വതഗ്ഫിറൂ ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. എന്നാൽ വിട്ടുവീഴ്ച ചെയ്യാൻ നിങ്ങൾ തയ്യാറായാൽ, മാപ്പ് നൽകാൻ നിങ്ങൾ തയ്യാറായാൽ, പുറത്തു കൊടുക്കാൻ നിങ്ങൾ തയ്യാറായാൽ അല്ലാഹു തആല നിങ്ങൾക്കും മാപ്പ് തരുമെന്നാണ് അല്ലാഹു പറയുന്നത്. ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, തീർച്ചയായും നിങ്ങളുടെ സമ്പാദ്യം നിങ്ങൾക്കൊരു പരീക്ഷണമാണ്. നിങ്ങളുടെ സമ്പാദ്യം നിങ്ങൾക്ക് പരീക്ഷണമാണ്. വഔലാദുക്കും, നിങ്ങളുടെ മക്കളും നിങ്ങൾക്ക് പരീക്ഷണമാണ്. വല്ലാഹു ഇൻദഹു അജ്റുൻ അലീം, മഹത്തായ പ്രതിഫലമുള്ളത് അള്ളാഹുവിന്റെ അടുത്താണ്. അപ്പൊ സമ്പത്തും സന്താനങ്ങളൊന്നും നമ്മുടെ കൽബിലേക്ക് കയറാൻ പാടില്ല. ചില ആളുകൾക്ക് മക്കൾ എന്ന് പറഞ്ഞാൽ എല്ലാമായി. മക്കൾ എന്ന് പറഞ്ഞാൽ മക്കൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറുള്ള, അത്രത്തോളം മക്കൾക്ക് വേണ്ടി മരിക്കാനൊന്നും ഇസ്ലാം പറയുന്നില്ല. മക്കളെ നന്നാക്കാനേ പറയുന്നുള്ളൂ, മക്കളെ സ്വാലിഹീങ്ങളാക്കാനേ പറയുന്നുള്ളൂ. എല്ലാ മക്കൾക്ക് വേണ്ടി സമ്പാദിച്ച് കുന്നുകൂട്ടിയിട്ട് ദീനിന് വേണ്ടി നയാ പൈസ ചെലവഴിക്കാതെ ഇതെന്റെ മക്കൾക്ക് എന്ന് പറഞ്ഞ് ബാക്കി വെച്ച് പോകുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. എല്ലാ മക്കൾക്കും ഇതൊക്കെ വലിയ സ്നേഹമാണെന്ന് അവർ വിചാരിക്കുന്നുണ്ട്. ഫിത്നയാണ്, അത് വലിയൊരു പരീക്ഷണമാണ്. ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, നിങ്ങൾക്ക് നിങ്ങളുടെ സന്താനം ഫിത്നയാണ്, നിങ്ങളുടെ മക്കളും ഫിത്നയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്. നോക്കൂ, മറ്റൊരായത്ത് ഇതേ പദങ്ങളാ ഉപയോഗിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ലാ തുൽഹിക്കും, നിങ്ങളെ അശ്രദ്ധരാക്കരുത്. അംവാലുക്കും, നിങ്ങളുടെ സമ്പാദ്യം നിങ്ങളെ അശ്രദ്ധരാക്കരുത്.
വഔലാദുക്കും നിങ്ങളുടെ മക്കളും നിങ്ങളെ അശ്രദ്ധരാക്കരുത്. അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് നിങ്ങളെ അശ്രദ്ധരാക്കാൻ പാടില്ല. മക്കള് കാരണം നിങ്ങൾ അള്ളാഹുവിനെ മറന്നു പോവല്ല. സമ്പാദ്യം കാരണം നിങ്ങൾ അള്ളാഹുവിനെ മറന്നു പോകല്ല. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവർ പരാജിതരാണ്, അവർക്ക് വിജയിക്കാൻ കഴിയില്ല എന്ന് അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി സമ്പാദ്യങ്ങൾ ബാക്കി വെച്ച് മരിക്കുന്നതിന് മുമ്പ്, നിങ്ങളുടെ മരണം വരുന്നതിനു മുമ്പേ നിങ്ങളുടെ സമ്പാദ്യം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിച്ചാലേ ഈമാൻ സലാമത്തായി മരിക്കാൻ കഴിയുള്ളൂ എന്ന് അള്ളാഹു നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് മക്കളെന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നമ്മുടെ കൈ പിടിച്ചുയർത്തേണ്ടവരാണ്, നമ്മുടെ കൈ പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകേണ്ടവരാണ്. വവലദുൻ സാലിഹുൻ യദ്ഉ ലഹു, ദുആ ചെയ്യുന്ന മക്കൾ ഉണ്ടാകണം. വവലദുൻ സാലിഹുൻ യദ്ഉ ലഹു, ദുആ ചെയ്യുന്ന മക്കൾ ഉണ്ടാകണം. ഇതാരെ കുറിച്ചാ പറയുന്നത്? മരിച്ചു കിടക്കുന്ന ഒരു പിതാവിനെ, മരിച്ചു കിടക്കുന്ന ഒരു മാതാവിനെ ഖബറിടത്തിൽ സുഖങ്ങൾ വേണോ, ഖബറിടത്തിൽ സന്തോഷം വേണോ, ഖബറിടത്തിൽ സൗഭാഗ്യം വേണോ? ദുനിയാവിൽ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കൾ ഉണ്ടാകണമെന്നാണ് അള്ളാഹു പറയുന്നത്. നോക്കൂ, നിങ്ങൾ ചില ആളുകൾ പറയാറുണ്ട്, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർന്നു, പിന്നെ അവർക്ക് ദുആ ചെയ്തത് കൊണ്ടോ പ്രാർത്ഥിച്ചത് കൊണ്ടോ സ്വതക്ക ചെയ്തത് കൊണ്ടോ കാര്യമില്ല എന്ന്. എന്തിനേറെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖബറിന്റെ രണ്ട് വശങ്ങളിലുള്ള മൈലാഞ്ചി ചെടിയുടെ ഇലകളുടെ ദുആ കൊണ്ടുപോലും ഖബറാളി രക്ഷപ്പെടുമെന്ന്. ഖബറിന്റെ രണ്ട് വശങ്ങളിലുള്ള മൈലാഞ്ചി ചെടികള്, ആ മൈലാഞ്ചി ചെടിയുടെ ഇലകൾ ദുആ ചെയ്താൽ വരെ ആ ഖബറാളി രക്ഷപ്പെടുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. അചേതനമായ ആ മൈലാഞ്ചി ചെടിയുടെ ദുആ കൊണ്ട് ഖബറാളി രക്ഷപ്പെടുമെങ്കിലേ സ്വാലിഹീങ്ങളായ മക്കളുടെ ദുആ കൊണ്ട് മാതാപിതാക്കൾ രക്ഷപ്പെടുമെന്നതിൽ ആർക്കാണ് പ്രിയപ്പെട്ടവരെ സംശയമുള്ളത്? ഒരു തെമ്മാടിയായ മാതാവനായിക്കോട്ടെ, തെമ്മാടിയായ പിതാവനായിക്കോട്ടെ, ഈമാൻ സലാമത്താവാതെ മരിച്ച പിതാവായിക്കോട്ടെ, മാതാവായിക്കോട്ടെ, ആ മാതാവിനെയും ആ പിതാവിനെയും ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന മക്കൾക്ക് അവരുടെ ഖബറിടം സ്വർഗമാക്കി കൊടുക്കാൻ കഴിയും. വവലദുൻ സാലിഹുൻ യദ്ഉ ലഹു, മാതാവിന്റെ പിതാവിന്റെ വഫാത്തിന്റെ ശേഷം മാതാപിതാക്കളുടെ പേരിൽ സ്വതക്ക ചെയ്യുന്ന മക്കള്, മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കള്, മാതാപിതാക്കൾക്ക് വേണ്ടി ഖുർആൻ ഓതി ഹദീസ് ചെയ്യുന്ന മക്കള്, മാതാപിതാക്കളുടെ ഖബർ സിയാറത്ത് ചെയ്യുന്ന മക്കള്, അങ്ങനെ മാതാവിന് വേണ്ടി നിരന്തരമായി സ്വതക്കകളിലൂടെ, ദുആകളിലൂടെ, ഖുർആൻ പാരായണങ്ങളിലൂടെ നന്നായി ദുആ ചെയ്താൽ മരിച്ചു കിടക്കുന്ന മാതാപിതാക്കളുടെ ഖബറിടം സ്വർഗമാക്കി കൊടുക്കാൻ മക്കൾക്ക് കഴിയും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു മക്കളാക്കി നമ്മുടെ മക്കളെ മാറ്റാനാ നമ്മൾ ശ്രമിക്കേണ്ടത്. അതല്ലാതെ നാളെ മഹ്ശറയിലേക്ക് പോകുമ്പോ, സ്വർഗത്തിലേക്ക് പോകുമ്പോ, ലാ അദ്ഖുലുന്നാർ, എന്റെ പിതാവും എന്റെ മാതാവും നരകത്തിലേക്ക് പ്രവേശിക്കാതെ ഞാൻ പ്രവേശിക്കൂല എന്ന് പറയുന്ന ഹതഭാഗ്യരായ മക്കളെ കിട്ടാനല്ല നമ്മൾ പണിയെടുക്കേണ്ടത്. അപ്പൊ അതിന് അധ്വാനിക്കേണ്ടി വരും, അതിന് കഷ്ടപ്പെടേണ്ടി വരും. ജസാഅൻ ബിമാ സബറു, അല്ലാഹു പറയുന്നുണ്ട്. എന്തിനാണ്? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വസുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ ഉലൈക യുജ്സൗനൽ ഗുർഫ. ഈ വിഭാഗം ആളുകൾക്ക് അല്ലാഹു തആല സ്വർഗത്തിന്റെ മനോഹരമായ കൊട്ടാരം തയ്യാറാക്കുമെന്ന്. വല്ലദീന യഖൂലൂന റബ്ബനാ, അല്ലാഹുവിനോട് ചില ആളുകൾ ദുആ ചെയ്യുന്നുണ്ട്. എന്താണ് അവരുടെ പ്രാർത്ഥന? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ, അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ ഭാര്യയെ, ഞങ്ങളുടെ സന്താനങ്ങളെ ഖുർറത അഅ്യുൻ, കൺകുളിർമയുള്ളവരാക്കണേ അല്ലാഹ്, കൺകുളിർമയുള്ളവരാക്കണം. അങ്ങനെ ദുആ ചെയ്യുന്ന ആളുകൾ, അങ്ങനെ ദുആ ചെയ്താൽ മാത്രം മതിയോ? അങ്ങനെ ദുആ ചെയ്തിട്ടുണ്ട് മഹാന്മാരായ പ്രവാചകന്മാരൊക്കെ. റബ്ബനാ ഹബ് ലനാ മിനസ് സ്വാലിഹീൻ,
അല്ലാഹുവേ സാലിഹീങ്ങളായ മക്കളെ തരണേ അല്ലാഹ്. റബ്ബനാ ഹബ് ലനാ മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ. അല്ലാഹുവേ ത്വയ്യിബായ മക്കളെ തരണേ അല്ലാഹ് എന്നാണ് പ്രവാചകന്മാർ ദുആ ചെയ്തത്. മക്കൾ ഉണ്ടാവാനല്ല ദുആ ചെയ്യേണ്ടത്, ബറക്കത്തുള്ള മക്കൾ ഉണ്ടാവാനാ ദുആ ചെയ്യേണ്ടത്. സ്വാലിഹീങ്ങളായ മക്കളെ തരാനാ ദുആ ചെയ്യേണ്ടത്. ത്വയ്യിബായ മക്കളെ തരാനാ ദുആ ചെയ്യേണ്ടത്. കൺകുളിർമയുള്ള മക്കളെ തരാനാ ദുആ ചെയ്യേണ്ടത്. അല്ലാതെ അല്ലാഹുവേ എനിക്ക് മക്കളെത്താ, എനിക്ക് കുഞ്ഞിക്കാല് കാണിച്ചു താ എന്നല്ല ദുആ ചെയ്യേണ്ടത്. മഹാന്മാരായ പ്രവാചകന്മാര് പഠിപ്പിച്ച വഴി അങ്ങനെയല്ല. നോക്കൂ നിങ്ങൾ, 3 ദുആ ഉണ്ട് മക്കൾക്ക് വേണ്ടി. പരിശുദ്ധ ഖുർആനിൽ 3 പ്രാർത്ഥനകളുണ്ട്. ഒന്ന്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ, കണ്ണിന് കുളിർമയുള്ള മക്കളെത്താ അല്ലാഹ്. വേറൊരു ദുആ, റബ്ബനാ ഹബ് ലനാ മിനസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ മക്കളെത്താ അല്ലാഹ്. വേറൊരു ദുആ, റബ്ബനാ ഹബ് ലനാ മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ, അല്ലാഹുവേ ത്വയ്യിബായ മക്കളെത്താ അല്ലാഹ്. അല്ലാതെ റബ്ബനാ ഹബ് ലനാ ഞങ്ങൾക്ക് മക്കളെത്താ, വെറും മക്കളെത്താന്ന് ഒരാളും എവിടെയും ദ്വാർക്കുന്നില്ല. സ്വാലിഹ്, ത്വയ്യിബ്, ഖുർറത അയുൻ, 3 സ്വാലിഹീങ്ങളായാലോ, മക്കള് സ്വാലിഹീങ്ങളായാലോ. വല്ലാഹു യതവല്ലസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ ആളുകളെ അല്ലാഹു ഏറ്റെടുക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. സ്വാലിഹീങ്ങളായ ആളുകളെ അല്ലാഹു ഏറ്റെടുക്കുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് സ്വാലിഹീങ്ങളായ മക്കളാവണം നമ്മുടെ മക്കളെ. നാളെ മഹ്ശറ ലോകത്തെത്തുമ്പോ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൈ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകുന്ന മക്കൾ, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന മക്കളാകണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയും നമ്മുടെ മക്കളെയും സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരു പിതാവിന്, ഒരു മാതാവിന് പാരന്റിങ്ങിൽ ശ്രദ്ധിച്ചാലേ മക്കളെ നല്ലവരാക്കി മാറ്റാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഈ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ എന്ന് ദുആ ചെയ്യുന്ന ആളുകൾക്ക് ഉലൈക യുജ്സൗനൽ ഗുർഫ, അല്ലാഹു തആല അവർക്ക് സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം പണിയും. ഖുർറത അയുൻ, കൺകുളിർമയുള്ള മക്കളെ തരണേ എന്ന് ദുആ ചെയ്യുന്ന ആളുകൾക്ക് ഉലൈക യുജ്സൗനൽ ഗുർഫ, അവർക്ക് അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം തയ്യാറാക്കുന്ന. എന്തിന്? ബിമാ സ്വബറു, അവർ ക്ഷമിച്ചത് കാരണത്താൽ. മക്കൾ നന്നാവണമെങ്കിൽ ഒരുപാട് ക്ഷമിക്കേണ്ടി വരും. ബിമാ സ്വബറു. മക്കള് മോശമാവണോ? ഒരു പണിയില്ല, അവർ ശ്രദ്ധിച്ചില്ലെങ്കിൽ മതി, ഒരു ശ്രദ്ധ വേണ്ട. കല്യാണം കഴിയാ, കുട്ടികളുണ്ടാവാ, അവരെ വഴിക്ക് വിടാ, നമ്മൾ നമ്മളെ വഴിക്ക് പോവാ. മക്കള് ഇങ്ങനെ വളർന്നോളും, പോത്തിനൊക്കെ പോലെ വളർന്നോളും. അവർക്കൊരു നർച്ചറിങ് വേണ്ട, അവരെ തർബീത്ത് കൊടുക്കണ്ട, അവർക്ക് തിന്നാൻ കൊടുക്കുക, താമസിക്കാൻ സൗകര്യം ഉണ്ടാക്കുക, അവരവരെ ഇഷ്ടത്തിന് വിടുക. പുതിയ യുക്തിവാദികളുടെ ഒക്കെ മെന്റാലിറ്റി പോലെ. അങ്ങനെ വരുമ്പോ വളരെ ഈസിയാണ്, ശ്രദ്ധിക്കണമെന്നില്ല. അതുകൊണ്ട് സ്വർഗം കിട്ടൂല. എന്നാ മക്കളെ സ്വാലിഹീങ്ങളാക്കണമെങ്കിൽ ഒരുപാട് പണിയുണ്ട്, ഒരുപാട് കഷ്ടപ്പാടുണ്ട്. അങ്ങനെ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു പറയുന്നു, കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഉലൈക യുജ്സൗനൽ ഗുർഫത ബിമാ സബറു, അവർ ക്ഷമിച്ചു എന്ന കാരണത്താൽ അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം അവർക്ക് തരും. വയുലഖൗന ഫീഹാ തഹിയ്യതൻ വസലാമാ, സ്വർഗ്ഗത്തിൽ അല്ലാഹു അവരെ വാം വെൽക്കം ചെയ്യും, അവരെ സ്വാഗതം ചെയ്യും. ഖാലിദീന ഫീഹാ, ആ സ്വർഗ്ഗത്തിൽ അവർ ശാശ്വതമായിരിക്കുമെന്നാ പറയുന്നത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഒരു മാതാവ്, ഒരു പിതാവ് മക്കളെ എങ്ങനെ വളർത്തണം, എങ്ങനെ കൊണ്ടുവരണം. ലഹരി ഉപയോഗം എന്നുള്ളത് കള്ളിനെ കുറിച്ച് വാദ പറഞ്ഞാൽ അവസാനിക്കുന്നതല്ല. കഞ്ചാവിനെ കുറിച്ച് വാദ പറഞ്ഞാൽ, MDMA കുറിച്ച് വാദ പറഞ്ഞാൽ അവസാനിക്കുന്നതല്ല. കള്ളും കഞ്ചാവും ഒക്കെ. ലഹരി എന്ന് പറയുന്നത് മൊബൈൽ ഫോണിന്റെ ലഹരിയുള്ള ആളുകളുണ്ട്, മൊബൈൽ ഫോണിന്റെ ലഹരിയുള്ള മക്കളുണ്ട്, ഗെയിമിന്റെ ലഹരിയുള്ള മക്കളുണ്ട്, അതേപോലെ മയക്കുമരുന്ന് പോലെയുള്ള ലഹരി ഉപയോഗിക്കുന്ന മക്കളുണ്ട്. എല്ലാം അപകടം തന്നെയാണ് പ്രിയപ്പെട്ടവരെ. ഒറ്റയ്ക്കിരുന്ന് പബ്ജി കളിക്കുന്ന ആളുകളുണ്ട്. ചെറിയ കുട്ടികൾ, ഒരു 10, 12, 15 വയസ്സുള്ള കുട്ടികൾക്ക് പണി എന്താ? ഓൺലൈനിൽ പബ്ജി കളിക്കുക. പബ്ജി ഇപ്പൊ ബാനാണ്, എന്നാലും അതിനെ ഹാക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യുന്ന ആളുകളുണ്ട്. പബ്ജി, അതുപോലെ ചില അതിന്റെ ഗെയിമിന്റെ പേരൊന്നും എനിക്കറിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഷൂട്ട് ചെയ്യുന്ന ചില ഗെയിമുകൾ. പണ്ടതൊരു മിനി മിൽറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഗെയിം ഉണ്ടായിരുന്നു. ബ്ലൂ വെയിൽ എന്ന് പറയുന്ന അപകടകരമായൊരു ഗെയിം. ഒരുപാട് ആളുകൾ സൂയിസൈഡ് ചെയ്തു.
ഒരുപാട് ആളുകൾ ആത്മഹത്യ ചെയ്തു, അവസാനം അത് നിരോധിച്ചു. പബ്ജിയും വളരെ ഡേഞ്ചറസ് ആണ്. ഇങ്ങനെയുള്ള ഗെയിമുകൾ നമ്മുടെ മക്കള് മൊബൈൽ പിടിച്ചിങ്ങനെ കളിക്കാം. ധർമ്മനഗറിൽ ഒരാള്, പൊയ്യത്തുപയിൽ ഒരാള്, കാസർഗോഡ് ഒരാള്, മഞ്ചേശ്വരത്ത് ഒരാള്, 4-5 ആളുകൾ ഇരുന്നിട്ട് അങ്ങോട്ട് ഷൂട്ട് ചെയ്യാണ്, തോക്ക് കൊണ്ട് ഷൂട്ട് ചെയ്യാണ്. ഇവര് സംസാരിച്ചു കൊണ്ടാ കളിക്കുക. കുട്ര, അടിക്കടാ, വിട്ടിടാ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടാനും കൊല്ലാനും വെടിവെക്കാനൊക്കെ പരസ്പരം അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അങ്ങനെയാണ്. ഇങ്ങനെ ഇരുന്നിട്ട് ഷൂട്ട് ചെയ്യാനും കിക്ക് ചെയ്യാനും വെടിവെക്കാനൊക്കെ പറയുന്ന നമ്മുടെ വളർന്നു വരുന്ന ഒരു തലമുറ. ഈ തലമുറയുടെ വിലപ്പെട്ട സമയമൊക്കെ മൊബൈൽ ഫോണിൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. മൊബൈലിന്റെ നിർമ്മാതാക്കൾ അവരുടെ മക്കൾക്ക് 15 വയസ്സ് വരെ, പ്രായപൂർത്തി എത്തുന്നത് വരെ ഫോൺ കൊടുത്തിട്ടില്ല എന്നൊക്കെ നമ്മൾക്ക് കേൾക്കാൻ കഴിയും. സ്റ്റീവ് ജോബ്സ് പോലെയുള്ള ഐഫോണിന്റെ നിർമ്മാതാക്കള്, സുന്ദർ പിച്ചായ്, അങ്ങനെ പല ആളുകളും പ്രായപൂർത്തി എത്തുന്നത് വരെ 18 വയസ്സ് വരെ മക്കൾക്ക് ഫോൺ കൊടുത്തിട്ടില്ല. ഈ നിർമ്മാതാക്കൾ കൊടുത്തില്ലെങ്കിൽ ഇത് വാങ്ങുന്ന നമ്മൾ കൊടുക്കുമ്പോ എത്ര അപകടകരമായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. എത്ര അപകടകരമായിരിക്കും. ഏതൊരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നവർ ഹോട്ടൽ ഭക്ഷണം, സ്വന്തം ഹോട്ടലിലെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് പോലെ ചില ആളുകൾ അങ്ങനെയാണ്. എല്ലാവരും അല്ല, ചില ആളുകൾ പലപ്പോഴും പറയാണ്ട് ഹോട്ടൽ ഭക്ഷണം അതിന്റെ ഓണേഴ്സ് കഴിക്കില്ല, വെറുതെ തമാശക്ക് പറയായിരിക്കും. അങ്ങനെ കഴിച്ചില്ലെങ്കിൽ അത് അപകടമല്ലേ? സ്വന്തം ഹോട്ടലിലെ ഭക്ഷണം അയാൾ കഴിക്കാതെ പുറത്തുള്ള ആളുകളോട് കഴിപ്പിക്കുന്നത് അപകടമല്ലേ? അതേപോലെ തന്നെയാണ് മൊബൈലിന്റെ നിർമ്മാതാക്കൾ. അവർ മൊബൈൽ ഉണ്ടാക്കുന്നു, അവരവരുടെ മക്കൾ കൊടുക്കുന്നില്ല. എന്നാൽ നമ്മളൊക്കെ 2-3 വയസ്സ് മുതൽ അല്ലെങ്കിൽ 2 വയസ്സ് മുതൽ മക്കളുടെ കയ്യിൽ മൊബൈലും കൊടുത്തിട്ട് അവരെ ഫ്രീ ആയി നമ്മൾ വിടുന്നു. മൊബൈൽ ഫോൺ ഒരു ലഹരിയാണ്, ഗെയിമുകൾ ഒരു ലഹരിയാണ്. എങ്ങനെ ഈ ലഹരിയിൽ നിന്ന് നമ്മുടെ മക്കളെ മാറ്റാൻ കഴിയും നമ്മൾക്ക് ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ഇതുപോലെയുള്ള ലഹരിയിൽ നിന്ന് എങ്ങനെ നമ്മുടെ മക്കളെ മാറ്റാൻ പറ്റും നമ്മൾക്ക്? മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങിയതിന്റെ പേരിൽ ഈ കേരളത്തിൽ ആത്മഹത്യ നടന്നില്ലയോ? ടി വി കാണുന്ന മക്കളുടെ റിമോട്ട് വാങ്ങിയതിന്റെ പേരിൽ ഈ കേരളക്കരയിൽ ആത്മഹത്യ നടന്നില്ലയോ? സൂയിസൈഡ് നടന്നില്ലയോ? ആലോചിക്കണം. അതൊക്കെ ലഹരിയല്ലയോ? പ്രിയപ്പെട്ട ഉമ്മമാരെ, എങ്ങനെ മക്കൾക്ക് കൊടുക്കണം, എന്ത് കൊടുക്കണം, ഏത് സമയത്ത് കൊടുക്കണം എന്നെല്ലാം കൃത്യമായ ബോധം ഉമ്മമാർക്ക് ഉണ്ടാവണം. നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് ഈസി ആകാൻ വേണ്ടി, അവരൊരു ഭാരമാവാതിരിക്കാൻ വേണ്ടി എന്നാ മൊബൈൽ നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് കിച്ചണിൽ പോകരുത്. നിങ്ങൾക്ക് വേറെന്തെങ്കിലും പണി ഉണ്ടാകുമ്പോ എന്നാ പിന്നെ മൊബൈൽ നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് കിച്ചണിൽ പോകരുത്. ഇങ്ങനെ നമ്മുടെ ഈസി ആക്സസിന് വേണ്ടി, നമ്മുടെ സൗകര്യത്തിന് വേണ്ടി നമ്മുടെ മക്കളെ, ഉമ്മമാരെ നമ്മൾ തന്നെ നശിപ്പിക്കുന്നവരാകാൻ പാടില്ല. അതേപോലെ മറ്റൊരു ലഹരിയാണ് കള്ളുകുടി എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമ്മുടെ ചെറുപ്പക്കാർക്കൊന്നും കള്ളുകൂടി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. 700 കോടി രൂപയുടെ കള്ളാണ് ഡിസംബർ 24 മുതൽ ഡിസംബർ 31 വരെയായി കേരളം കുടിച്ചത്. 700 കോടിയുടെ രൂപ, 700 കോടിയുടെ കള്ള്. ആ 700 കോടിയുടെ അരി പോലും ആ കാലയളവിൽ വാങ്ങിച്ചിട്ടില്ല. ആലോചിക്കണം നിങ്ങൾ. 700 കോടിയുടെ അരി പോലും കേരളക്കാരെന്ന് വാങ്ങിച്ചിട്ടില്ല. അഥവാ അവര് സ്ഥിരമായി തിന്നുന്ന അരിയെക്കാളും സ്ഥിരമായി തിന്നുന്ന ഗോതമ്പിനേക്കാളും കൂടുതൽ ലഹരിക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഒരു സംസ്ഥാനമായി നമ്മുടെ കേരളം മാറുന്നുണ്ട്. ഡിസംബർ 24-ന് ഏകദേശം 330ഓളം കോടി. അതേപോലെ ന്യൂ ഇയറിന് ഡിസംബർ 24-ന് 283ഓളം കോടി. ന്യൂ ഇയർ ആകുമ്പോ 330ഓളം കോടി. അങ്ങനെ ഏകദേശം 600 കോടിയുടെ മുകളിലാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കേരളം ഒരാഴ്ച കൊണ്ട് കുടിച്ചു തീർത്തത്. ഇത് ഔദ്യോഗികമായ കള്ളിന്റെ കണക്കാണ്. ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ലീഗലായിട്ടുള്ള ബീവറേജുകളുടെ കണക്കാണിത്. എന്നാൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് അല്ലാതെ നമ്മുടെ നാടുകളിൽ കുഗ്രാമങ്ങളിലൊക്കെ ഉള്ള ചാരായങ്ങള്, ഇതൊന്നും ഇതിൽ പെട്ടിട്ടേ ഇല്ല. അപ്പൊ എത്ര കള്ളുകളാണ് നമ്മുടെ സമൂഹം കുടിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കുക. ഒരു കാലഘട്ടത്തിൽ പ്രബുദ്ധ കേരളം എന്ന് പറഞ്ഞിരുന്ന നമ്മുടെ കേരളം ഇന്ന് മറ്റുള്ള സ്റ്റേറ്റുകളെക്കാൾ കൂടുതൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകളായി മാറി. മറ്റുള്ള സംസ്ഥാനങ്ങളെക്കാൾ, ബീഹാറിനേക്കാളും പഞ്ചാബിനേക്കാളൊക്കെ നമ്മുടെ സ്റ്റേറ്റ് ആണ് ഇന്ന് ലഹരി ഉപയോഗത്തിൽ 1-ാം സ്ഥാനത്തുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതുകൊണ്ട് സമ്പാദിക്കുന്ന, ലഹരി ഉപയോഗിച്ച് പണമുണ്ടാക്കുന്ന ആളുകളാണ്. ആലോചിക്കണം നമ്മള്.
ലഹരി ഉപയോഗിക്കുന്ന മക്കളെ പിടിച്ചിട്ട് കാര്യമില്ല, ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ പിടിച്ചിട്ട് കാര്യമില്ല. ലഹരിയിലൂടെ പണമുണ്ടാക്കുന്ന ആളുകൾ പണമുണ്ടാക്കാൻ ഏത് വഴിയായാലും കുഴപ്പമില്ല, എനിക്ക് പണമുണ്ടായാൽ മതി എന്ന ചിന്തയുള്ള ചില യുവാക്കളുണ്ട്, ചില ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അവസാന കാലഘട്ടം വരുമ്പോൾ എവിടെ നിന്നായാലും കുഴപ്പമില്ല, പണം വേണമെന്നുള്ള ചിന്താഗതി വരും. പൈസ ഉണ്ടായാൽ മതി. അമിനൽ ഹലാലി അമിനൽ ഹറാം, പണം ഹലാലാണോ ഹറാമാണോ എന്ന ചിന്ത പോലുമില്ലാതെ പൈസ വേണം കയ്യില്, വണ്ടി വേണം കയ്യില്, വലിയ മൊബൈൽ ഫോണുകൾ വേണം കയ്യില്, തോന്നുമ്പോ പോയി ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കാൻ കഴിയണം, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കണം, അങ്ങനെ നല്ല ചെത്തിപ്പൊളിച്ച് നടക്കുക. പണമുണ്ടാകണം, അതിന് ആഗ്രഹിച്ചതൊക്കെ വാങ്ങുക, അതിന് പണമുണ്ടാകണം. ആ പണം എങ്ങനെ ഉണ്ടാകണം എന്ന ചിന്ത പോലും ഇല്ലാത്തൊരു സമൂഹം അവസാന കാലഘട്ടം വരുമ്പോ വളരുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അമിനൽ ഹലാലി അമിനൽ ഹറാം, ഹറാമാണോ ഹലാലാണോ എന്നറിയാതെ അന്ന് ചിന്തിക്കാതെ പണമുണ്ടാക്കുന്ന ആളുകളുണ്ടാകും. അതിൽപ്പെട്ടതാണ് ലഹരിയുടെ കച്ചവടക്കാർ. ആർക്കാ ലഹരി വിൽക്കുന്നത്? സ്കൂളുകളിൽ പഠിക്കുന്ന 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഈ സിഗരറ്റുകൾ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സാധാ സ്മോക്ക് ചെയ്യുന്ന സാധാ സിഗരറ്റുകളെക്കാളും അപകടമാണ് ഇലക്ട്രോണിക് സിഗരറ്റുകൾ. അതാർക്കാ അറിയാത്ത? നമ്മുടെ പിതാക്കള്, നമ്മുടെ വയസ്സായ ആളുകളൊക്കെ വലിക്കുന്ന സിഗരറ്റിനേക്കാളും അപകടമാണ് ഇലക്ട്രോണിക് സിഗരറ്റുകൾ. ഒന്നുമില്ല, അതിൽ വേണ്ടാത്ത സ്മെല്ലില്ല. ഏതെങ്കിലും സ്ട്രോബെറിയുടെയോ അല്ലെങ്കിൽ വനിലയുടെയോ സ്മെല്ല് ഉണ്ടാവുക. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഐസ്ക്രീമും ജ്യൂസൊക്കെ കുടിക്കുന്നത് പോലെ ഇത് നോർമലാണ്, അങ്ങനെ വലിച്ചിട്ട് മൂക്കിലെയും ചെവിയിലൊക്കെ വിട്ടാൽ നല്ല രസമുണ്ടെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാകും. പക്ഷേ സാധാ നോർമൽ സിഗരറ്റിനേക്കാളും അപകടകരമാണ് ഇലക്ട്രോണിക് സിഗരറ്റുകൾ. അതറിയില്ലേ? അറിയാഞ്ഞിട്ടല്ലല്ലോ. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വലിക്കുന്നത് അറിയാഞ്ഞിട്ടല്ലല്ലോ. മൂക്കിലും ചെവിയിലൊക്കെ വിടുന്നത്, പെൺകുട്ടികളൊക്കെ കാണുമ്പോൾ ഒന്ന് ഷോ കാണിക്കാൻ വേണ്ടി മൂക്കിലും ചെവിയിലൊക്കെ വിടുന്നത് ഇവർക്ക് അറിയാഞ്ഞിട്ടല്ല. ഇതൊരു ലഹരിയായി മാറുന്നു. അവരിതിന്റെ ഇരയാണ്. കാരണം അവർക്ക് വിൽക്കുന്നത് ഇതുമൂലം സമ്പാദിക്കുന്ന ചില ആളുകളാണ്. നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് എങ്ങനെയെങ്കിലും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. ഒരു ഹോട്ടലുകാരൻ ഭക്ഷണം ജനങ്ങൾക്ക് കൊടുക്കാനാണ് ശ്രമിക്കുക. വേറെന്തെങ്കിലും കച്ചവടക്കാരൻ, ഒരു വെള്ളത്തിന്റെ ഫാക്ടറിയുള്ള ആളുകൾ വെള്ളം, എന്റെ വെള്ളം ഏറ്റവും നല്ലതാണ് എന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് വെള്ളം കൊടുക്കും. അതുപോലെ തന്നെ വേറെ ചോക്ലേറ്റ് കച്ചവടക്കാർ, ഓരോ കച്ചവടക്കാരും അവരവരുടെ പ്രൊഡക്റ്റ് എങ്ങനെയെങ്കിലും ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് നോക്കുക. അതേപോലെ ലഹരി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ലഹരി വാങ്ങുന്ന, പുറത്തുനിന്ന് വാങ്ങുന്ന ആളുകൾ അവരവരുടെ പ്രൊഡക്റ്റ് എങ്ങനെയെങ്കിലും ജനങ്ങളിലേക്ക് എത്തിക്കാൻ അവർ ശ്രമിക്കും. അപ്പൊ അതിന് ചെറിയ കുട്ടികളെ ഉപയോഗപ്പെടുത്തും, പെൺകുട്ടികളെ ഉപയോഗപ്പെടുത്തും. കാരണം കുട്ടികളെ ഉപയോഗപ്പെടുത്തുന്നത് അവർ മെച്ചൂർഡല്ല എന്നതുകൊണ്ടാണ്, അവർക്ക് പക്വതയില്ല. അപ്പൊ അവരിൽ നിന്ന് ചെറിയ ക്യാഷിനൊക്കെ ആദ്യം വാങ്ങി ഇതിന്റെ അഡിക്ഷനിലേക്ക് അവരെത്തുമ്പോ അവരിൽ നിന്ന് അവർക്ക് ക്യാഷ് കൊടുത്തിട്ട് അവരോട് പറയും, നിങ്ങളിത് കച്ചവടം ചെയ്തോളൂ, നിങ്ങളിത് വിറ്റോളൂ, എന്നാൽ നിങ്ങൾക്ക് ലാഭം ഉണ്ടാകും. എന്നിട്ട് 8ലെയും 9ലെയും 10ലെയും കുട്ടികളൊക്കെ ഈ ലഹരി വിൽക്കാൻ തുടങ്ങാൻ. ഇതൊക്കെ വെറുതെ പറയല്ല, നമ്മുടെ ചുറ്റുഭാഗങ്ങളിലുള്ള സ്കൂളുകളിൽ എന്ന് ചെന്ന് അന്വേഷിച്ചാൽ മതി. ഗവൺമെന്റ് ആയാലും പ്രൈവറ്റ് ആയാലും 8ാം ക്ലാസ് മുതൽ നമ്മുടെ മക്കൾ ലഹരി ഉപയോഗിച്ചു തുടങ്ങുന്നുണ്ട്. പെൺകുട്ടികളും ലഹരിയുടെ അടിമയായി മാറുന്നുണ്ട്. ഇന്നത്തെ ലഹരിയുടെ ഒരു പ്രത്യേകത ഉണ്ട്. കള്ള് കുടിച്ച 4 ആളുകൾ അറിയും. പോലീസുകാർ ഊതാൻ പറഞ്ഞ ഊതും, അപ്പൊ മണം ഉണ്ടാവില്ല. കള്ളിനാണെങ്കിലും മണം ഉണ്ടാകും. MDMA നമുക്കറിയില്ല ഉപയോഗിച്ചിട്ടുണ്ടോ ഉപയോഗിച്ചിട്ടില്ലേ. കഞ്ചാവ്, അതിനൊന്നും മണമോ സ്മെല്ലോ ഒന്നും ഉണ്ടാവില്ല. ഇതൊക്കെ മക്കൾ ഉപയോഗിച്ച് വരുമ്പോ ഉമ്മമാർക്ക് തിരിയില്ല. ഇവരങ്ങനെ അടിക്കുക, 24 മണിക്കൂറൊക്കെ ഒരു ഹാങ് ഓവറിൽ ചിരിക്കുക, അല്ലെങ്കിൽ വേറെന്തെങ്കിലും പണിയെടുക്കുക. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കല്യാണങ്ങളിൽ അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രീയ സമരങ്ങളില് ഒക്കെ നമ്മുടെ മക്കള്, അല്ലെങ്കിൽ വിജയാഘോഷ പരിപാടികളിലൊക്കെ 2-3 മണിക്കൂറൊക്കെ ചില ആളുകൾ നിർത്താതെ ഡാൻസ് കളിക്കുന്നത് അവരുടെ സ്റ്റാമിന കൊണ്ടാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കല്യാണത്തിനുണ്ടാകും ഡിജെകള്, വേറെന്തെങ്കിലും സെലിബ്രേഷനുകളിൽ ഡിജെ ഉണ്ടാകും, ന്യൂ ഇയർ വരുമ്പോൾ ഡിജെ ഉണ്ടാകും, ക്രിസ്മസ് വരുമ്പോൾ ഡിജെ ഉണ്ടാകും, ഓണത്തിനുണ്ടാകും.
ഇതിനൊക്കെ നിർത്താതെ 1 മണിക്കൂർ അരമണിക്കൂറൊക്കെ ഡാൻസ് ചെയ്യുന്നത് അവരുടെ സ്റ്റാമിന കൊണ്ടാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആ കുട്ടികളൊന്ന് കുളിപ്പിച്ച് ഒന്ന് വെള്ളം കുടിപ്പിച്ചിട്ട് ഒരു 5 മിനിറ്റ് ഓടാൻ പറഞ്ഞാൽ കുട്ടികൾക്ക് ഓടാൻ കഴിയില്ല. കഞ്ചാവ് അടിച്ച് മയക്കുമരുന്ന് ഉപയോഗിച്ച് ലഹരി ഉപയോഗിച്ച് അതിന്റെ കിക്കിൽ അതിന്റെ ഹാങ് ഓവറിൽ 1 മണിക്കൂറും 2 മണിക്കൂറൊക്കെ നിർത്താതെ ഡാൻസ് ചെയ്യവര്. അതാണ് ഇത്തരം MDMA പോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ അവർക്ക് നൽകുന്ന ആവേശം അങ്ങനെയാണ്. അപ്പൊ ഇതെങ്ങനെ നമ്മൾ തിരിച്ചറിയും? ഇതിനെങ്ങനെ നമ്മൾക്ക് അവസാനിപ്പിക്കാൻ കഴിയും? അവസാനിപ്പിക്കണമെങ്കിൽ ഇതിന്റെ കച്ചവടക്കാരെ പിടിക്കണം. നമ്മൾ മക്കളെ പിടിച്ചിട്ട് കാര്യമില്ല, ഇതിന്റെ കച്ചവടക്കാരെ പിടിക്കണം. നമ്മൾ സിമ്പിളായിട്ട് ഈ സിഗരറ്റുകളൊക്കെ മക്കൾക്ക് നൽകുന്ന ഉപ്പമാരും സഹോദരങ്ങളൊക്കെ ഉണ്ടാകും. അത് അപകടകരാണ്. ചില കൂളുകൾ എന്ന പേരിൽ സാധനം ഉണ്ടെന്ന് തോന്നുന്നു. കൂൾ എന്ന് പറഞ്ഞിട്ട് അല്ലെ, നമ്മുടെ മക്കളൊക്കെ ചുണ്ടിനടിയിൽ വെക്കുന്ന ഒരു സാധനം. അതുപോലും ഈ ബംഗാളികളൊക്കെയാണ് അത് ഉപയോഗിക്കുക. അതുപോലും നമ്മുടെ മക്കൾക്ക്, ചെറിയ മക്കൾക്ക് മുതിർന്നവരായ ആളുകൾ കൈമാറുന്നു. അല്ലെങ്കിൽ എവിടെന്നാ ഈ ഒരു മെസ്സേജ് ഒക്കെ അവർക്ക് കിട്ടുക? ഇങ്ങനൊരു വസ്തു ഉണ്ട് എന്നെങ്ങനെയാണ് ഈ മക്കൾക്ക് അറിയാം? എനിക്ക് ഇന്നാണ് കൂൾ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെന്ന് അറിഞ്ഞ് ഒരാൾ വിളിച്ചു തന്നെ, മകന് കൂൾ ഉപയോഗിക്കുന്ന. ഞാൻ എന്താ ഈ കൂള് എന്ന്? കൂളെന്താ എനിക്ക് ഇപ്പോൾ കണ്ടിട്ടില്ല സാധനം. അവരിങ്ങനെയൊക്കെ പറഞ്ഞു അതിനെ വർണ്ണിച്ചു. ചുണ്ടിൽ വെക്കുന്ന ഒരു സാധനമാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കള് കൂൾ ഉപയോഗിക്കുക. ഇങ്ങനെ തുടങ്ങും. ചിലപ്പോൾ അത് മിഠായി ആയിരിക്കും, ചിലപ്പോൾ നല്ല സ്വീറ്റുള്ള സാധനങ്ങളായിരിക്കും. അതിലൂടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവര് അതിന്റെ 3rd കാറ്റഗറിയിലേക്ക് എത്തും. ഇതിന് 3 കാറ്റഗറികളുണ്ട്, അഥവാ 3 ഏരിയകളുണ്ട്. അഥവാ തുടക്കത്തിൽ അവര് നോർമലായി ഇത് ഉപയോഗിക്കുന്ന ആളായിരിക്കും. ഇതിന്റെ ഒരു ഫൈനൽ സ്റ്റേജിൽ എത്തുമ്പോഴേക്കും അവർ സൂയിസൈഡിലേക്ക് എത്തും. 4 സ്റ്റേജ് ഉണ്ട്. 4ാമത്തെ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ അവർ സൂയിസൈഡ് ചെയ്യും, ആത്മഹത്യ ചെയ്യും. അങ്ങനെ ലഹരിയുടെ അടിമകളായി സൂയിസൈഡ് ചെയ്യുന്ന ആളുകളും ഇഷ്ടം പോലെയുണ്ട്. അപ്പൊ ഒന്ന്, മൊബൈൽ ഫോണിലെ ലഹരി, അത് നമ്മൾ എങ്ങനെ നിയന്ത്രിക്കണം? ഗെയിമുകളിലെ ലഹരി, അതെങ്ങനെ നിയന്ത്രിക്കണം? 3ാമത്തേത് MDMA പോലെ, കള്ള് പോലെയുള്ള ലഹരികൾ. ഈ 3 ലഹരികളാണ് വളരെ പ്രധാനമായും ഇന്ന് നമ്മുടെ സമൂഹത്തെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നത്. മൊബൈൽ ഫോണൊക്കെ വലിയ അപകടമാണ്, കള്ളിനേക്കാൾ വലിയ ലഹരിയാണ്. കാരണം വേറെ ഒരു ചിന്താശേഷിയുള്ള ഒരു പ്രവർത്തനം നമ്മുടെ മക്കളിൽ ഉണ്ടാവില്ല. പഠനാർഹമായ വിഷയങ്ങൾ അവരുടെ കയ്യിൽ ഉണ്ടാവില്ല. ഒരു പുസ്തക വായന ഉണ്ടാവില്ല. 24 മണിക്കൂർ മൊബൈൽ എടുത്ത് കളിച്ചോണ്ടേയിരിക്കുക. അതൊരു ലഹരിയാണ്. അപ്പൊ പ്രിയപ്പെട്ട ഉമ്മമാരെ, കാലം മാറിക്കൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളുടെ ഉപ്പമാര് നിങ്ങളെ വളർത്തിയതുപോലെയല്ല ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നമ്മുടെ മക്കളെ വളർത്തേണ്ടത്. നമ്മളൊക്കെ ജനിക്കുന്ന 90-ലാണ്. 90-ൽ എന്റെ പിതാവ് എന്നെ വളർത്തിയത് പോലെയാണോ 2026-ൽ ഞാൻ എന്റെ മക്കളെ വളർത്തേണ്ടത്? എത്ര കാലം മാറി. ഞാനൊക്കെ ജനിക്കുമ്പോ ഫോൺ തന്നെ ഇല്ല. TV തന്നെ ഏതെങ്കിലും ഒരു നാട്ടിൽ ഒരു വീട്ടിലെ TV ഉണ്ടാവുക. ഫോണൊക്കെ പിന്നെ ജനിച്ചിട്ട് കുറെ വർഷം കഴിഞ്ഞിട്ടാണ് ഈ ലാൻഡ് ഫോൺ അടക്കം പിന്നെ വീടുകളിലൊക്കെ കണ്ടു തുടങ്ങിയത്. പല വീടുകളിലും കറണ്ടുകളില്ല. ഇങ്ങനെ ഞാനൊക്കെ വളർന്നു വന്ന ആ സാഹചര്യം, അതിൽ എന്റെ പിതാവ് എന്നെ വളർത്തിയത് പോലെയാണോ ഈ 2026-ൽ എനിക്ക് ജനിക്കുന്ന മക്കളെ ഞാൻ വളർത്തേണ്ടത്? ഏകദേശം 35ഓളം വർഷമായി. 35ഓളം വർഷത്തിന്റെ ശേഷം അതേ പാരന്റിംഗ് ആണ് നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ മക്കൾ അപകടത്തിലായിരിക്കും. കാലത്തിനനുസരിച്ചാണ് നമ്മുടെ പാരന്റിംഗിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്. 1ാമത്തെ കുട്ടിയെ വളർത്തിയതുപോലെയല്ല 2ാമത്തെ കുട്ടിയെ നമ്മൾ വളർത്തേണ്ടത്. 1ാമത്തെ കുട്ടിയെ വളർത്തിയ അതേ മെത്തേഡല്ല 4ാമത്തെ കുട്ടിക്ക് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അതിൽ 2 വിഷയമുണ്ട്. ഒന്ന്, കാലത്തിനനുസരിച്ച് മെത്തേഡുകൾ മാറ്റണം. 2, കുട്ടികൾക്കനുസരിച്ചിട്ടും മെത്തേഡുകൾ മാറ്റണം. ഒരു അധ്യാപകൻ, ഒരു ഉസ്താദ് മക്കളെ പഠിപ്പിക്കുകയാണ്. മക്കളെ പഠിപ്പിക്കുമ്പോൾ അതിന് പല മെത്തേഡുകളുണ്ട്. 1ാമത്തെ മെത്തേഡ് ഉപയോഗിച്ചു. എന്താണ്? ഉസ്താദ് ഇങ്ങനെ ഫാത്തിഹ ചൊല്ലിക്കൊടുക്കും, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മക്കളോട് കൂടെ ചെല്ലാൻ പറയും. മക്കളെല്ലാരും ഒന്നിച്ച് ചെല്ലും. അങ്ങനെ ഒരു 10-15 വട്ടം ഉസ്താദ് ഇങ്ങനെ ചൊല്ലിക്കൊടുത്തു. എന്നിട്ട് മക്കളോട് ചൊല്ലാൻ പറഞ്ഞു. എന്നിട്ട് കുട്ടികളോട് നാളെ വരുമ്പോ കാണാതെ പഠിക്കാൻ പറഞ്ഞു. കുട്ടികൾ ആരും കാണാതെ പഠിച്ചില്ല. അപ്പിനെന്താ അടുത്ത മെത്തേഡ്? ഉസ്താദിന് മനസ്സിലായി ഈ മെത്തേഡ് വിജയിക്കുന്നില്ല. അടുത്ത മെത്തേഡ് എന്താണ്? കുട്ടികളോട് ഇവിടെ തന്നെ ഇരുന്ന് നിങ്ങൾ പഠിക്കുക, ഒരു 10-15 മിനിറ്റ് കൊണ്ട് കാണാതെ പഠിച്ചില്ല. അതും നടന്നില്ല. അടുത്ത മെത്തേഡ് എന്താണ്? നിങ്ങൾ ഫുള്ള് പഠിക്കണ്ട, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ റഹ്മാനിർ റഹീം 2 എണ്ണം പഠിച്ചില്ല തന്നാ മതി. അങ്ങനെ ഓരോ മെത്തേഡുകൾ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഒരു 10-15 വട്ടം ഇത് എഴുതി പഠിച്ചു നോക്ക്. അങ്ങനെ മെത്തേഡുകൾ ഇങ്ങനെ മാറ്റി പിടിക്കണം. ഏതാണ് സക്സസ്, അതാണ് ഓരോ കുട്ടികൾക്ക് നൽകേണ്ടത്. എന്നാൽ ചില കുട്ടികളെ ഒരു തവണ ഉസ്താദ് പഠിപ്പിക്കുമ്പോൾ തന്നെ കാണാതെ പഠിക്കും. എന്നാൽ വേറെ ചില കുട്ടികൾ 100 വട്ടം പഠിപ്പിച്ചാലും പഠിക്കൂല.
അപ്പൊ ബാക്കിൽ പിന്നോക്കാവസ്ഥയിലുള്ള കുട്ടിയെയും 1ാം റാങ്കിലുള്ള കുട്ടിയും ഒരുപോലെയല്ല പഠിപ്പിക്കേണ്ടത്. ആ കുട്ടിക്ക് പ്രത്യേകമായൊരു മെത്തേഡ് ഉപയോഗിക്കണം. ഇതേപോലെ 4 മക്കളുണ്ടെങ്കിൽ 4 മക്കളും യുണീക്കാണ്, ഡിഫറെന്റ് ആണ്, എല്ലാവരും ഒരുപോലെയല്ല. ചില കുട്ടികൾക്ക് ഭയങ്കര കഴിവായിരിക്കും, വേറെ ചില കുട്ടികൾക്ക് പഠനത്തിൽ ശ്രദ്ധ ഉണ്ടാവില്ല, വേറെ എന്തെങ്കിലും മേഖലയിലായിരിക്കും നല്ല ശ്രദ്ധ ഉണ്ടാവുക. അപ്പൊ അവരവരുടെ കഴിവും അവരവരുടെ സാഹചര്യവും എല്ലാം പരിഗണിച്ച് പാരന്റിങ് നടത്തുക എന്നതാണ് ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനമായി നമ്മുടെ ഉമ്മമാർ ശ്രദ്ധിക്കേണ്ടത്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ഉപ്പമാര് വളർത്തിയതുപോലെ നിങ്ങളുടെ മക്കളെ വളർത്താൻ പാടില്ലെന്ന്. ഇസ്ലാമിൽ ടീനേജ് എന്ന് പറയുന്ന ഒരു കാലം ഇസ്ലാമിലില്ല. ഒന്നുകിൽ കുട്ടിയാണ് അല്ലെങ്കിൽ അഡൾട്ടാണ്, അതാണ് ഇസ്ലാമില്. 15 വയസ്സ് വരെ കുട്ടിയാണ്, 15 വയസ്സ് കഴിഞ്ഞാൽ അഡൾട്ടാണ്, അതാണ് ഇസ്ലാമിലുള്ളത്. എന്നാൽ സൈക്കോളജിക്ക് അങ്ങനെ പറയുന്നത് അങ്ങനെയല്ല, നമ്മുടെ സമൂഹത്തിലുള്ള സംവിധാനം അങ്ങനെയല്ല. 10 വയസ്സ് വരെ ഒരു കാലഘട്ടം, ടീനേജ് എന്ന് പറയുന്ന 13 വയസ്സ് മുതൽ 19 വയസ്സ് വരെ വേറൊരു കാലഘട്ടം. ഈ രീതിയിലാണ് ടീനേജിൽ പ്രായത്തിലെ ആളുകളെ കുറിച്ച് ഒരുപാട് പഠനം നടക്കുന്നുണ്ട്. എന്നിട്ട് അവരെ കുറിച്ച് പല മെത്തേഡുകളും പറഞ്ഞു തരുന്നുണ്ട്. എന്നാൽ ഇസ്ലാമിൽ അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ. 15 വയസ്സ് വരെ അവർക്കൊരു നിയമമാണ്. 15 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നിയമം വേറെയാണ്. എന്താണ് 15 വയസ്സ് വരെയുള്ള നിയമം? 15 വയസ്സ് വരെ അവർ കുട്ടികളാണ്. അവരുടെ തെറ്റുകൾക്ക് അല്ലാഹു ശിക്ഷ നൽകൂല, അവർ ചെയ്യുന്ന പാപങ്ങൾക്ക് അല്ലാഹു ശിക്ഷ നൽകൂല. അവർ നിസ്കരിച്ചില്ലെങ്കിൽ അല്ലാഹുവിന്റെ ഭാഗത്ത് ശിക്ഷയില്ല, അവർ നോമ്പെടുത്തില്ലെങ്കിൽ അല്ലാഹുവിന്റെ ഭാഗത്ത് അവർക്ക് ശിക്ഷയില്ല. എന്നാൽ പ്രായപൂർത്തിയെത്തിയ അന്ന് മുതൽ എപ്പോഴാണോ പ്രായപൂർത്തിയെത്തുന്നത്, ഇന്ന് 2026 ജനുവരി 20 രാത്രി 10 മണിക്കാണ് ഒരാൾക്ക് പ്രായപൂർത്തി ഉണ്ടാവുന്നതെങ്കിൽ 10:01 മുതൽ അല്ലാഹു തആല ആ കുട്ടിയോടാണ് എല്ലാം ചോദിക്കുക. അതുവരെ എല്ലാം മാതാപിതാക്കളുടെ തലയിലാണ്. അഥവാ പ്രായപൂർത്തി എത്തിയത് മുതൽ ഓരോന്ന് അല്ലാഹു തആല അവനോടാണ് ചോദിക്കുന്നത്. വമാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. നിങ്ങൾ എന്ത് സംസാരിക്കുന്നുവോ, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ, എല്ലാം അല്ലാഹുവിന്റെ മാലാക്കമാർ റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നാണ് അല്ലാഹു പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടുകളിലുള്ള CC ക്യാമറകളെ, നമ്മുടെ സ്ഥാപനങ്ങളിലുള്ള CC ക്യാമറകളെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. വീട്ടിലേക്ക് ഒരാൾ കടന്നു വരുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോണുകളിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ തരും, ഇതാ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരാൾ കടന്നു വരുന്നുണ്ട്, നിങ്ങളുടെ വീടിന്റെ മുന്നിലൂടെ ഒരാൾ നടന്നുപോയി എന്നൊക്കെ. നമ്മുടെ AI ക്യാമറകൾ നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾക്ക് നോട്ടിഫിക്കേഷൻ നൽകിക്കൊണ്ടേയിരിക്കും. ഈവൻ ഒരു നായ വന്നാൽ വരെ, നമ്മുടെ വീടിന്റെ വാതിലിന്റെ സമീപത്തേക്ക് ഒരു നായ കയറിയാൽ വരെ നമ്മൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അതുപോലെയുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ക്യാമറകളാണ് നമ്മൾ ഇന്ന് ഉപയോഗപ്പെടുത്തുന്നത്. എത്ര കാലം അത് സേവ് ചെയ്ത് വെക്കും? 3 മാസം വേണമെങ്കിൽ വലിയ മെമ്മറി കാർഡുകൾ ഉപയോഗിച്ചാൽ 1 കൊല്ലം 2 കൊല്ലം വരെ അത് സേവ് ചെയ്ത് വെക്കും, ഓരോ വീഡിയോകള് ഭാവിയിലേക്കുള്ള തെളിവുകളായിട്ട്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ വീടിന്റെ മുറ്റത്തുള്ള ക്യാമറകൾ എല്ലാം ഒപ്പിയെടുക്കുന്നുവെങ്കിൽ, രാത്രി കൂരിരുട്ടുള്ള സമയമാണ് എന്ന് സങ്കല്പിക്കുക. 2 മണിക്ക് ഒരു വെളിച്ചം പോലും ഇല്ലാത്തൊരു സമയത്ത് ടോർച്ച് വേണം, നിങ്ങൾക്ക് പുറം ലോകത്തേക്ക് ഇറങ്ങാൻ ടോർച്ച് വേണം. ആ സമയത്ത് പോലും നിങ്ങളുടെ വീട്ടിലേക്ക് ഒരാൾ കടന്നു വന്നാൽ, ഇരുട്ടിന്റെ മറയത്തൊരാൾ കടന്നു വരുന്നത് പോലും നമ്മുടെ ക്യാമറകൾ റെക്കോർഡ് ചെയ്യുന്നുവെങ്കിൽ, അള്ളാഹുവിന്റെ ക്യാമറ നമ്മുടെ മുന്നിൽ, നമ്മുടെ തലയുടെ മുകളിൽ ചുറ്റുന്നുണ്ട്, ഒബ്സർവ് ചെയ്യുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾക്കുണ്ടാവേണ്ടത്. വമാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. അല്ലാഹുവിന്റെ 2 മാലാക്കമാർ നമ്മുടെ വലതു തോളിലും ഇടതു തോളിലും നിന്നിട്ട് നമ്മുടെ എല്ലാം റെക്കോർഡ് ചെയ്യുകയാണ്. എഴുതുകയാണ് എന്ന് വെക്കണ്ട, റെക്കോർഡ് ചെയ്യാണ്. പണ്ടത്തെ ശൈലി എങ്ങനെയാണ്? പണ്ട് എഴുത്തേ ഉള്ളൂ, റെക്കോർഡിംഗ് സംവിധാനങ്ങളില്ല. അന്ന് എഴുത്തെന്ന് പറഞ്ഞു. ഇന്നിപ്പോ 2026 എഴുത്തിന്റെ ആവശ്യമില്ല, റെക്കോർഡ് ചെയ്യാം. അല്ലാഹുവിന്റെ മാലാക്കമാർ. അപ്പൊ കുറെ സംശയം ഉണ്ട്, എഴുതാണെങ്കിൽ എത്ര വലിയ കിതാബ് വേണം? ഒരു കിതാബ് എന്ന് പറഞ്ഞാൽ അടുത്ത കിതാബ് അതിങ്ങനെ അട്ടിട്ടാവൂലേ? എന്തിനാ എഴുതേണ്ട ആവശ്യം? റെക്കോർഡ് ചെയ്തിട്ട് ചെറിയൊരു ചിപ്പിൽ നിങ്ങളുടെ 65 വർഷത്തെ ഫയലും സൂക്ഷിക്കാൻ ഈ കാലഘട്ടത്തിൽ ചിന്തിക്കുമ്പോൾ എത്ര ഈസിയാണ്.
ഇപ്പൊ നമ്മുടെ ഗൂഗിൾ ഡ്രൈവ് ഒക്കെ ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന ഈ ധർമ്മനഗറിലുള്ള എല്ലാ ആളുകളുടെ മൊബൈൽ ഫോണിലുള്ള ഫയലുകളും ഒരു ഓഫീസിൽ എല്ലാം സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. കൃത്യമായ ടെമ്പറേച്ചറിൽ, കൃത്യമായ നെറ്റ് സംവിധാനത്തോടുകൂടി ഒരു ഓഫീസിൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാവരുടെയും ഫോണിലുള്ള ഫയലുകൾ സൂക്ഷിക്കുന്നുണ്ട്. ഇത്തിരി പോന്ന ചെറിയൊരു ചിപ്പിൽ, ഒരാളുടേതല്ല, ഇത്തിരി പോന്ന ചെറിയൊരു ചിപ്പിൽ. എന്നാൽ നിങ്ങൾ ആലോചിച്ചു നോക്ക്, അള്ളാഹുവിന്റെ 2 മാലാക്കമാര് ഷോൾഡറിൽ ഇരുന്നിട്ട് റെക്കോർഡ് ചെയ്യുകയാണ് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും. എന്തിനേറെ സംസാരിക്കുന്നത് റെക്കോർഡാണ്, നമ്മൾ സംസാരിക്കുന്നത് റെക്കോർഡാണ്. പിന്നെയോ നമ്മൾ നോക്കുന്നത് റെക്കോർഡാണ്. വൽ ബസറ, നമ്മൾ കേൾക്കുന്നതും റെക്കോർഡാണ്. വൽ ഫുആദ്, നമ്മുടെ കൽബിലുണ്ടാകുന്ന ചിന്തകൾ വരെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അത് ക്യാമറകൾക്ക് കഴിയില്ല. AI ക്യാമറകൾക്ക് ഒരാളുടെ കൽബ് റെക്കോർഡ് ചെയ്യാൻ കഴിയില്ല. ഇനി അതും വരും. AI ക്യാമറകൾക്ക് ഒരാളുടെ കൽബ് റെക്കോർഡ് ചെയ്യാൻ പറ്റൂല. വരുന്നല്ല, വന്നു. എന്തിനേറെ നമ്മൾ 2 പേര് സംസാരിക്കുന്ന കാര്യം, 2 പേര് ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കാണ്. ഒരു ബെൻസ് വാങ്ങണമെന്ന് 2 ചെറുപ്പക്കാരിങ്ങനെ സംസാരിക്കാൻ കഴിയില്ല. ഒരു ബെൻസ് വേണമായിരുന്നു, എവിടുന്ന് വാങ്ങാം? ആ സംസാരിച്ചിട്ട് അടുത്ത തവണ അയാൾ ഫേസ്ബുക്ക് തുറക്കുമ്പോൾ ബെൻസിനെ കുറിച്ചുള്ള പരസ്യമായിരിക്കും വരിക. നമ്മുടെ മൊബൈൽ ഫോണെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്, റഖീബത്തീദിനെ പോലെ. ഇനി കുറച്ചും കൂടി കഴിയുമ്പോ നിങ്ങൾ പറയണമെന്നില്ല, നിങ്ങൾ ചിന്തിച്ചത് പോലും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ വരും. നിങ്ങളുടെ കൽബിലൂടെ നിങ്ങൾ ചിന്തിക്കുന്നത് പോലും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ വരും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എല്ലാം അല്ലാഹു നാളെ ചോദ്യം ചെയ്യുമെന്നുള്ള ചിന്ത നമ്മുടെ മക്കളിൽ ഇട്ടുകൊടുക്കലാണ് പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മുടെ ബാധ്യത എന്ന് പറയുന്നത്. നിങ്ങളുടെ കണ്ണിലെ കട്ടുനോട്ടം അല്ലാഹു കാണുമെന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. വഴിയിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പോ നമ്മളൊരു പെൺകുട്ടിയുടെ വായ നോക്കാണ്, നടന്നു വരികയാണ്, ഉറൂസിനായിട്ട് വന്നതാ. വരുന്ന വഴിയിൽ ഒരു പെണ്ണ്, സുന്ദരിയായ ഒരു പെണ്ണിങ്ങനെ കടന്നു പോകുമ്പോ 3 ആളുകൾ ഇങ്ങനെ നടന്നു പോകുമ്പോ മറ്റേ 2 ആളുകൾ അറിയാതെ വരുന്ന മുമ്പിലുള്ള ഒരു പെണ്ണിനെ നോക്കിയാൽ അല്ലാഹു തആല ആ കട്ടുനോട്ടം വരെ റെക്കോർഡ് ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഒരു മനുഷ്യന്റെ കൽബിലുള്ള ചിന്തകൾ വരെ അല്ലാഹു റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നാ പറയുന്നത്. ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നത് പ്രയാസമുണ്ട് എന്ന് 2026 ജീവിക്കുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടോ? നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഫോൺ ഉണ്ടായിരുന്നു, നോക്കിയയുടെ ഫോണുകള്. ആ നോക്കിയയുടെ ഫോണുകൾക്ക് മാക്സിമം ഉള്ള മെമ്മറി എന്ന് പറയുന്നത് 2 GB ആണ്, അല്ലെ? മാക്സിമം GB 2 GB ആണ്. അതിൽ 10, 20, 50 ഫോട്ടോകൾ വരുമ്പോൾ അത് ഫില്ലാവാണ്, അത് നിറയാണ്. അത് നിറയുമ്പോൾ നമ്മൾ എക്സ്റ്റേണൽ മെമ്മറി കാർഡ് വാങ്ങും. 2 GB, 10 GB ഒക്കെ മെമ്മറി കാർഡ് നല്ല പൈസ കൊടുത്തിട്ട് നമ്മൾ വാങ്ങിയിട്ട് ഫോണിലേക്ക് ഇടും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അതും ഫില്ലാകും. എന്നാൽ ഇന്ന് നമ്മൾ പിടിക്കുന്ന ഫോണുകൾ എത്രയാണ് ഇതിന്റെ മെമ്മറി? 1 TB, അല്ലെ? 1000 GB ഒരു ഫോണിന്റെ മെമ്മറി. ചിന്തിക്കാൻ കഴിഞ്ഞോ? ഒരു 10-15 വർഷം മുമ്പ് നമുക്ക് ചിന്തിക്കാൻ പറ്റും 1000 GB ഉള്ള ഫോൺ ഇറങ്ങും, 1000 GB ഉള്ള ഒരു മെമ്മറി കാർഡ്. നമ്മൾ ചിന്തിക്കോ? 1000 GB ഉള്ള ഒരു പെൺഡ്രൈവിന് തന്നെ മാക്സിമം 10 GB, 20 GB ഒക്കെ മാക്സിമം ആയിരുന്നു പണ്ട്. ഇന്ന് ആരാ പെൺഡ്രൈവ് ഉപയോഗിക്കാറുള്ളത്? ആരുടെ കയ്യിലാ ഇന്ന് CD ഉള്ളത്? ആരാ ഇന്ന് മെമ്മറി കാർഡ് ഉപയോഗിക്കാറുള്ളത്? അന്നത്തെ ഒരു ഫോട്ടോക്ക് 10 MB അല്ല, അത് എന്താ പറയുക, ഇതിന് താഴെ സാധനം ഉണ്ടല്ലോ, ആ സാധനം ഉണ്ടാവുക 10 MB അല്ല. എന്നാൽ ഇന്ന് 10 KB. ഇന്നാണെങ്കിലോ ഒരു ഫോട്ടോക്ക് വരെ 25, 30, 100 MB ഓരോരു ഫോട്ടോകൾക്ക്. ഒരു വീഡിയോക്ക് ആണെങ്കിൽ 1.5 GB ഒക്കെ ഉള്ള വീഡിയോകൾ നമ്മുടെ ഫോണുകളിൽ. അപ്പൊ ഞാൻ പറയുന്നത്, ഈ 2026 നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോ അള്ളാഹുവിന് ഒരു മനുഷ്യന്റെ 360 ക്യാമറ ചുറ്റുഭാഗങ്ങളും റെക്കോർഡ് ചെയ്തിട്ട് 15 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ളൊരു ഫയല് അള്ളാഹുവിന് സൂക്ഷിക്കാൻ ഒരു പണിയില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്നിട്ടോ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, വകുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖി
അല്ലാഹു തആല എല്ലാ മനുഷ്യരുടെയും ഫയലുകളെ, എല്ലാവർക്കും ഒരു ഫയൽ ഉണ്ടാകും. ഇരിക്കുന്ന എനിക്കും നിങ്ങൾക്കുമെല്ലാം മഹ്ശറയിലേക്ക് പോകുമ്പോൾ ഒരു ഫയൽ ഉണ്ടാകും, ഒരു ചിപ്പ്, ചെറിയൊരു ചിപ്പ് ഉണ്ടാകും, ഒരു ഫയൽ ഉണ്ടാകും. ആ ഫയല് ഇതേപോലെ ഒരു വോളണ്ടിയർ കാർഡ് പോലെ അല്ലാഹു നമ്മുടെ ഷോൾഡറിൽ ഇട്ട് തരും. وكل إنسان ألزمناه طائره في عنقه. മഹ്ശറയിലേക്ക് പോകുമ്പോ ഓരോ ആളുകളുടെയും ഫയലുകളെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഷോൾഡറിൽ ഇട്ട് തരും. വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ. എന്നിട്ട് അല്ലാഹു തആല നമ്മളിവിടെ ടിവിയിലിട്ട് കാണുന്നത് പോലെ ഒരു മനുഷ്യന്റെ ഫയലുകൾ മുഴുവനും ലൈവായി കാണാനുള്ള സാഹചര്യം അല്ലാഹു ഉണ്ടാക്കി തരും. അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ല, ഞാൻ കള്ളുടിച്ചിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല. നിങ്ങൾ കള്ളുടിക്കുന്നത് നിങ്ങളെ കണ്ണുകൊണ്ട് കാണാൻ കഴിയും. അതാണ് അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, നിങ്ങളുടെ ചുണ്ടുകൾക്ക് അല്ലാഹു സീലിടുമെന്ന് പറയുന്നത്. വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. ഒരാളുടെ കാലുകളാണ് സാക്ഷി നിൽക്കുന്നത്, ഒരാളുടെ കൈകളും കാലുകളുമാണ് സാക്ഷി നിൽക്കുന്നത്. വതുകല്ലിമുനാ ഐദീഹിം, നമ്മുടെ കൈകളാ പറയുന്നത്, അതേ ചെയ്തതാണ്. കാലുകളാ സാക്ഷി നിൽക്കുക. ചുണ്ടുകൾക്ക് അനങ്ങാൻ കഴിയാത്ത രീതിയിൽ അല്ലാഹു സ്റ്റാപ്പിൾ ചെയ്തു വെക്കും. എങ്ങനെ ഒരാൾക്ക് നിഷേധിക്കാൻ കഴിയും? പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീഡിയോകളാണ് അല്ലാഹു കാണിച്ചു തരുന്നതെങ്കിൽ, ബുക്കാണെങ്കിൽ നമുക്ക് പറയാം, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, എന്താ തെളിവ്? മലക്കൾ എഴുതിയ തെളിവാന്നൊക്കെ ചോദിക്കാം നമുക്ക്. എന്നാൽ ലൈവായി നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടാലോ? ചെരുപ്പ് കക്കാൻ വന്ന ഒരാൾ പള്ളിയില്, ആരും കാണാതെ ചെരുപ്പ് കെട്ടയാൾ പോയി. എന്നിട്ട് തൊട്ടപ്പുറത്തുള്ള പള്ളിയിൽ അയാൾ നിസ്കരിച്ചത് ജുമാക്കി പള്ളിയിൽ വന്നില്ല. അങ്ങനെ ചെരുപ്പൊക്കെ കട്ട് വേറെ പള്ളിയിലൊക്കെ പോയി. 2 ദിവസം കഴിഞ്ഞതിന് ശേഷം ചെരുപ്പ് കാണാത്ത പ്രശ്നമായി. പള്ളി കമ്മിറ്റിക്കാര് CC ക്യാമറ പരിശോധിക്കുമ്പോ ഇന്നൊരാൾ വന്ന് ചെരുപ്പ് മോഷ്ടിച്ച് പോകുന്നത് കണ്ടു. സൂം ചെയ്ത് നോക്കുമ്പോ ആളെ മനസ്സിലായി. അയാളെ വിളിച്ചു. അയാൾ പറഞ്ഞു, ഞാൻ ഈ പള്ളിക്ക് വന്നിട്ടില്ലല്ലോ ജുമാക്ക്, ഞാൻ മറ്റേ പള്ളിയിലാണല്ലോ നിസ്കരിച്ചത്. വേണമെങ്കിൽ എൻ്റെ ഇപ്പുറത്തുള്ള ആളെ ചോദിച്ചോളൂ, എൻ്റെ ഇപ്പുറത്ത് ഒരാളുണ്ടായിരുന്നു, അപ്പുറത്ത് ഒരാളുണ്ടായിരുന്നു. ഏതായാലും കട്ടത് കൊണ്ട് തെളിവ് കിട്ടാതിരിക്കാൻ വേണ്ടി 2-3 ആളുകൾ അപ്പുറത്തുള്ള ആൾക്ക് സംസാരിക്കും ജുമാക്ക് പോയാൽ. എന്തിന്? ഞാൻ അവിടെ സംസാരിച്ചു തെളിയിക്കാൻ. അപ്പൊ ഞാനൊരു വീഡിയോ കാണിച്ചാലോ എന്ന് പറഞ്ഞ് പള്ളി കമ്മിറ്റിക്കാർ വീഡിയോ കാണിച്ചു കൊടുക്കുക, ഇത് നീയല്ലേ എന്ന് പറഞ്ഞ് വീഡിയോ കാണിച്ചു കൊടുത്താൽ ആ മനുഷ്യനെ നിഷേധിക്കാൻ കഴിയോ? കണ്ടു എന്ന് പറഞ്ഞാൽ അയാൾക്ക് തള്ളി പറയാം, ഞാൻ അവിടെ നിസ്കരിച്ചു, ഒരാൾ എടുക്കുന്നത് കണ്ടു, ഞാൻ അവിടെ നിസ്കരിച്ചു, പിന്നെ അങ്ങനെ അയാൾക്ക് കാണാൻ നിൽക്കുക. വീഡിയോ കാണിക്കാണ്, CC ക്യാമറയിലൂടെ വീഡിയോ കാണിച്ചു കൊടുക്കാണ്. അയാൾ വരുന്നത്, കുനിയുന്നത്, ചെരുപ്പെടുക്കുന്നത്, പോകുന്നത് വീഡിയോ കാണിക്കാണ്. എങ്ങനെ ഒരാൾക്ക് നിഷേധിക്കാൻ കഴിയും? ഇത് തന്നെയല്ലേ നാളെ മഹ്ശറയിലും സംഭവിക്കാൻ പോകുന്നത്. ഓരോ ആളുകളുടെ ഫയലുകളെ അല്ലാഹു അയാളുടെ ഷോൾഡറിൽ ഇട്ട് വെക്കുകയാണ്. എന്നിട്ട് മഹ്ശറ ലോകത്ത് അല്ലാഹു തആല ആ ഫയലുകളെ പ്രദർശിപ്പിക്കുകയാണ്. 15 മുതൽ മരിക്കുന്നത് വരെയുള്ള ഫയലുകൾ ലൈവായിട്ട് നമ്മൾ കാണുകയാണ്. ചുണ്ടുകൾ കൊണ്ട് മിണ്ടേണ്ട ആവശ്യമില്ല. വനുകല്ലിമുനാ ഐദീഹിം, നമ്മളോട് സംസാരിക്കുന്നത് അവരുടെ കൈകളാണ്, കാലുകളാണ് സാക്ഷി നിൽക്കുന്നത് എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, കൂടുതലൊന്നും ആലോചിക്കാനില്ല, കൂടുതലൊന്നും പറയാനില്ല. ചെറുപ്പത്തിലെ നമ്മുടെ മക്കൾക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് പരിഹാരം. അള്ളാഹിനെ കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ടോ നമ്മളൊരു റോൾ മോഡലായി മാറുക. എന്നിട്ടോ 15 വയസ്സായാൽ, 15 വയസ്സ് എന്ന് പറയുന്നത് പ്രതീകാത്മകമാണ്. പ്രായപൂർത്തിയെത്തിയാൽ, നമ്മുടെ ആൺകുട്ടികൾക്ക് പ്രായപൂർത്തിയെത്തുമ്പോൾ അതിന്റെ ചില ലക്ഷണങ്ങളുണ്ട്. പെൺകുട്ടികൾക്ക് പ്രായപൂർത്തിയെത്തും. മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, പീരിയഡ്സ് തുടങ്ങുമ്പോൾ ഒരു പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാണ്. 13 വയസ്സോ 12 വയസ്സോ 14 15 വയസ്സാകുമ്പോൾ നമ്മുടെ പെൺമക്കളും ആൺമക്കളും എല്ലാം പ്രായപൂർത്തിയാകും. അങ്ങനെ പ്രായപൂർത്തിയാകുമ്പോൾ അത് ഉമ്മമാർക്കറിയണം. മക്കള് പ്രായപൂർത്തിയാകും, ഉമ്മമാർക്കറിയണം. അതൊക്കെ ഉമ്മമാരുടെ ബാധ്യതയാണ്. അറിയില്ല എന്ന് പറയണ്ട. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും പ്രായപൂർത്തിയെത്തുമ്പോൾ ഉമ്മമാർക്കറിയണം. നമ്മുടെ പെൺമക്കൾക്ക് പ്രത്യേകമായി പറഞ്ഞു കൊടുക്കണം എന്താണ് പീരിയഡ്സ് എന്ന്. ആകുമ്പോൾ അവർ പേടിക്കുകയല്ല വേണ്ടത്. ചില ആളുകൾ സ്കൂളുകളിലെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പീരിയഡ്സ് ആകുന്നു, പേടിക്കുന്നു, കരയുന്നു. അങ്ങനെ ഒരു സാഹചര്യമല്ല ഉണ്ടാവേണ്ടത്. വളരെ നേരത്തെ അതിനെക്കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് മാതാപിതാക്കളുടെ ബാധ്യതയാണ്.
ഉമ്മയുടെ ബാധ്യതയാണ്. ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത്ര വയസ്സാകുമ്പോ ഒരു പെണ്ണിന് ഇങ്ങനെ ബ്ലീഡിംഗ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് കാണുമ്പോൾ പേടിക്കാനോ ഭയപ്പെടാനോ ഇല്ല. അത് പ്രായപൂർത്തി എത്തി എന്നതിന്റെ അടയാളമാണ്. ഞാൻ ആലോചിക്കുന്നത്, മദ്രസകളിലെല്ലാം നമ്മുടെ മക്കൾ ഇതൊക്കെ പഠിക്കുന്നുണ്ട്, എന്നിട്ടും ഇത് കാണുമ്പോൾ എന്തേ അവർ ഭയക്കുന്നു? അതിനർത്ഥം അവർ മനസ്സിലാക്കുന്നില്ല എന്നതാണ്. മദ്രസയിൽ വന്ന് പഠിച്ചു പോകുന്നു എന്നല്ലാതെ യാഥാർത്ഥ്യം എന്ത് എന്ന് തിരിച്ചറിയാത്തതിന്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ സംഭവിക്കുമ്പോൾ ഭയപ്പെടുന്നത്. അതുകൊണ്ട് ഉമ്മമാർക്ക് ഇത് വളരെ കൃത്യമായി നമ്മുടെ മക്കളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ആൺമക്കളോടും പറയണം, ഒന്നുകിൽ ഉപ്പ അല്ലെങ്കിൽ ഉമ്മ, എന്താണ് പ്രായപൂർത്തിയുടെ അടയാളങ്ങളെന്ന്. പ്രായപൂർത്തി എത്തുമ്പോൾ ആൺകുട്ടികൾക്ക് ഉണ്ടാകുന്ന ചില അടയാളങ്ങൾ, ഒരുപാട് അടയാളങ്ങളുണ്ട്. ആ അടയാളങ്ങൾ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് പ്രായപൂർത്തി എത്തിയാൽ പെണ്ണിനെയും നമ്മൾ വിളിക്കണം, ആണിനെയും നമ്മൾ വിളിക്കണം. എന്നിട്ട് അവരോട് പറയേണ്ട ഒരു വാക്കുണ്ട്, മോളെ ഇന്ന് വരെ മോനെ, നീ ഇന്ന് വരെ ഒരു കുട്ടിയായിരുന്നു, ഇന്ന് മുതൽ നീ ഒരു യുവാവായി മാറി, ഇന്ന് മുതൽ നീ ഒരു യുവതിയായി മാറി. ഇന്ന് വരെ നീ എന്ത് തെറ്റ് ചെയ്താലും അള്ളാഹു നിന്നോട് ചോദ്യം ചെയ്യുമായിരുന്നില്ല, ഞാനായിരുന്നു ഉത്തരവാദി. എന്നാൽ ഇന്നു മുതൽ നീ ചെയ്യുന്ന തെറ്റുകൾ അള്ളാഹു നിന്നോടാ ചോദിക്കുക, നീ ചെയ്യുന്ന നന്മകൾക്ക് അള്ളാഹു നിനക്കാണ് പ്രതിഫലം തരിക. അതുകൊണ്ട് എന്റെ പൊന്നുമോനെ, ഇന്നു മുതലുള്ള ഓരോ സമയവും അള്ളാഹുവിന്റെ മുമ്പിൽ സമാധാനം പറയാൻ കഴിയാത്ത ഒരു തെറ്റും എന്റെ പൊന്നുമോൻ ചെയ്യരുത്. നിന്റെ ബെഡ്റൂമിൽ വന്ന് നോക്കാൻ എനിക്ക് കഴിയില്ല, ഞാനൊരു റെസ്പോൺസിബിൾ അല്ല, ഞാൻ ഉത്തരവാദിയല്ല, ഞാൻ നിന്റെ പിന്നാലെ കൂടി നിന്നിങ്ങനെ നിരീക്ഷിക്കാൻ ഞാൻ ആളല്ല. ഇനി മുതൽ നിന്റെ കാര്യങ്ങൾ നോക്കേണ്ടത് നീയാണ്. കാരണം ചോദ്യം നിന്നോടാണ്, ഉത്തരം പറയേണ്ടതും നീയാണ്. നിന്റെ ബെഡ്റൂമിൽ വന്നിട്ട് നീ എന്ത് ചെയ്യുന്നു എന്ന് നോക്കാൻ ഉമ്മയ്ക്ക് കഴിയില്ല. നിന്റെ മൊബൈൽ ഫോൺ പരിശോധിച്ച് നീ ആരോടൊക്കെ ചാറ്റ് ചെയ്യുന്നു എന്ന് നോക്കാൻ ഉമ്മയ്ക്ക് കഴിയില്ല. നീ എന്തൊക്കെ സെർച്ച് ചെയ്യുന്നു എന്ന് നോക്കാൻ ഉമ്മയ്ക്ക് കഴിയില്ല. എന്നാൽ ഉമ്മയുടെ കണ്ണ് വെട്ടിക്കാൻ നിനക്ക് കഴിയാൻ പോനെ, എന്നാൽ അള്ളാഹുവിന്റെ കണ്ണ് വെട്ടിക്കാൻ നിനക്ക് കഴിയില്ല എന്ന് വളരെ ചെറുപ്പത്തിലെ പ്രായപൂർത്തി എത്തുന്ന മക്കളോട് ബോധവൽക്കരിക്കലാണ് ഒരു മാതാവിന്റെ പിതാവിന്റെ ബാധ്യത എന്ന് പറയുന്നത്. അങ്ങനെയല്ലേ മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം പറഞ്ഞത്, യാ ബുനയ്യ ഇന്നഹാ മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകനെ വിളിക്കുകയാണ്, യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, ഇന്നഹാ ഇൻതകു മിസ്ഖാല ഹബ്ബ, ഇതാ നീ ചെയ്യാൻ പോകുന്നൊരു തെറ്റ്, നീ ചെയ്യാൻ പോകുന്നൊരു പാപം, അതെത്ര ചെറുതാണെങ്കിലും ശരി, ചെറുതാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയണ്ട. അത് ചെറിയ പാവല്ലേ, അത് ചെറുതല്ലേ എന്ന് പറഞ്ഞ് തള്ളിക്കളയണ്ട. നമ്മുടെ കടുകുമണിയോളം വരുന്ന വീട്ടിലേക്ക് കടുകുമണി ഉണ്ടാകും. വീട്ടിലുള്ള ഭക്ഷണമുണ്ടാക്കുന്ന നമ്മുടെ പദാർത്ഥങ്ങളിൽ ഏറ്റവും ചെറുതാണ് കടുകുമണി. ആ കടുകുമണി ഉണ്ടാകും പ്രിയപ്പെട്ടവരെ. അത് കറുത്ത ഏതെങ്കിലും കരിമ്പാറ കൂട്ടങ്ങളിലേക്ക് രാത്രിയിലോ പകലിലോ ആകാശങ്ങളിലോ ഭൂമിയിലോ എവിടെയുമാവട്ടെ അതിട്ടാൽ കണ്ടെത്താൻ സയൻസിന് കഴിഞ്ഞു എന്ന് വരൂല. ഇപ്പൊ നമ്മൾ വലിയ അത്ഭുതത്തോടെ കേട്ട ഒരു വാക്കുണ്ട്, ലോകത്തൊരു കടുകുമണി വീണാൽ വരെ അമേരിക്കയ്ക്ക് കണ്ടുപിടിക്കാൻ കഴിയുമെന്ന്, ഇസ്രയേലിന് കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് വലിയ വായിൽ പലപ്പോഴും പലരായി പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നാൽ 2 വർഷക്കാലം പലസ്തീനിലെ പാവപ്പെട്ട ഗസയിലെ ഹമാസിന്റെ പോരാളികൾ ഇസ്രയേലിലെ 280ഓളം വരുന്ന അവരുടെ പട്ടാളക്കാരെ, അവരുടെ നാട്ടുകാരെ ഒളിപ്പിച്ചു വെച്ച സങ്കേതം അമേരിക്കയുടെ സഹായത്തോടെ ഇസ്രയേലിന് പിടിക്കാൻ കഴിഞ്ഞില്ല. എത്ര വർഷം? 2 വർഷക്കാലം. എന്തെല്ലാം സംവിധാനങ്ങളുണ്ട് അവർക്ക്? സാറ്റലൈറ്റ് സംവിധാനങ്ങളുണ്ട്, ആകാശത്ത് നിന്ന് നിരീക്ഷിക്കുന്ന ക്യാമറകളുണ്ട്, പുറത്തിറങ്ങാൻ പോലും കഴിയാതെ കാറിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാറിലേക്ക് ബോംബ് വർഷിപ്പിച്ച് കൊല്ലാനുള്ള സംവിധാനമുണ്ട്. എന്തിനേറെ, ഖത്തറിൽ കഴിയുന്ന ഇസ്മായിൽ ഹനിയെ ഇറാനിലേക്ക് വിളിക്കുകയാണ്. എന്തിന്? ഇറാനിലെ പ്രസിഡന്റ് ആദ്യത്തെ പ്രഥമ പ്രസിഡന്റായിട്ട് സ്ഥാനാരോഹണം നടത്തുന്ന സമയത്ത് ഇറാനിലേക്ക് ഖത്തറിലുള്ള ഇസ്മായിൽ ഹനിയെ വിളിച്ച് ഏത് റൂമിലാണ് ഇസ്മായിൽ ഹനിയെ താമസിക്കുക എന്ന് പോലും അറിയുന്ന ഇസ്രയേലുകാർ അവിടെ ബോംബ് വർഷിക്കുന്നു. ഇസ്മായിൽ ഹനിയ ഉദ്ഘാടനത്തിന്റെ തലേ ദിവസം രാത്രി
ഇറാനിൽ വെച്ച് ബോംബ് സ്ഫോടനത്തിലൂടെ കൊല്ലപ്പെടുന്നു. അങ്ങനെ എത്രയെത്ര കൊലപാതകങ്ങളാണ് അവർ നടത്തിയത്. ഇറാനിലെ തന്നെ ഒരു കമാൻഡോയെ അമേരിക്കയാണ് എയർപോർട്ടിൽ നിന്ന് കാറിലേക്ക് പോകുന്ന സമയത്ത് ആകാശ ലോകത്ത് മറഞ്ഞു നിന്നുകൊണ്ട് ബോംബ് വർഷിച്ച് കൊല ചെയ്യുന്നത്. അങ്ങനെ എത്രയെത്ര കൊലപാതകങ്ങൾ ഇന്നത്തെ നൂതനമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച്. എന്നാൽ 2 വർഷക്കാലം ഗസ എന്ന് പറയുന്ന ഒരു 50 കിലോമീറ്റർ നീളവും അതേപോലെ വീതിയുമുള്ള ഒരു കൊച്ചു നാട്ടിൽ അവരുടെ പട്ടാളക്കാർ മുഴുവനും ഇറങ്ങി പരിശോധിച്ചിട്ട് എവിടെയാണ് ഹമാസിന്റെ പോരാളികൾ ഇസ്രയേലിലെ തടവിലെ ഇസ്രയേലുകാരായ തടവുകാരെ ബന്ദിയാക്കിയത് എന്ന് പിടിക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. ഇതാണ് ഇന്നത്തെ നൂതന സംവിധാനങ്ങളുടെ കഴിവില്ലായ്മ. കഴിവുണ്ട് എന്ന് നമ്മൾ പലപ്പോഴും പറയുമ്പോൾ പലതും അവർക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ ടൈറ്റാനിക് കപ്പല് അത് കണ്ടുപിടിക്കാനുള്ള താല്പര്യത്തോടെ ഓഷ്യാനോ എന്ന് പറയുന്ന പേടകത്തില് ഒരു 5-6 ആളുകള് പോകുന്നുണ്ട്. സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് എത്തുമ്പോ ആ പേടകം പൊട്ടിത്തകരുകയും 5 ആളുകൾ മരിച്ചു പോവുകയും ചെയ്യുന്നു. അപ്പൊ എല്ലാം ഇന്നത്തെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് കണ്ടെത്താൻ കഴിയുന്ന ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കരുത്. മലേഷ്യയിൽ നിന്ന് പറന്നൊരു വിമാനമുണ്ട്. 300-400 ആളുകളെ ചുമന്നുകൊണ്ട് മലേഷ്യയിൽ നിന്ന് കോലാലംപൂരിൽ നിന്ന് പറന്ന ഒരു വിമാനം ഇന്ന് വരെ കണ്ടെത്തിയിട്ടില്ല. അത് എവിടെയാണ്? 4-5 വർഷമായി അത് ഉയർന്നു, അവരുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്നു, പിന്നെ പെട്ടെന്ന് അപ്രത്യക്ഷമായി. ഇപ്പോഴത് എവിടെയാണ്? ഈ സമയത്ത് പോലും അറിയില്ല. അതിന്റെ അവശിഷ്ടങ്ങൾ എത്ര സ്ഥലങ്ങളിൽ അന്വേഷിച്ചു. അവിടുത്തെ എന്തെല്ലാം റഡാറുകൾ സംവിധാനങ്ങളുണ്ട്, അതൊക്കെ കണ്ടെത്താൻ ഇന്ന് വരെ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ പലപ്പോഴും ശാസ്ത്രത്തിനൊരു പരിധിയുണ്ട് എന്ന് മനസ്സിലാക്കുക. ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന കുറെ ആളുകളുണ്ട്, ശാസ്ത്രത്തെ ദൈവമായി കാണുന്ന ആളുകളുണ്ട്. എല്ലാറ്റിനും ഒരു ലിമിറ്റ് ഉണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ ലിമിറ്റ് അങ്ങനെയല്ല, അള്ളാഹുവിന്റെ പരിധി അങ്ങനെയല്ല. യാ ബുനയ്യ, പൊന്നുമോനെ, ഇന്നഹാ ഒരു കടുകുമണി നീ ഏതെങ്കിലും ഇരുട്ടത്ത് വലിയ കരിമ്പാറ കൂട്ടങ്ങളിലേക്ക് കൊണ്ടുപോയി ഒരൊറ്റ ഒരു കടുകുമണി എറിഞ്ഞു, എന്നിട്ട് നീ തിരിച്ചു വന്നു. ആ കടുകുമണി എടുക്കണമെന്ന് പറഞ്ഞാൽ ആ പാറക്കൂട്ടങ്ങളിൽ നിന്ന് കടുകുമണി എടുക്കാൻ അള്ളാഹുവിന് കഴിയും. അത് ആകാശത്താണെങ്കിൽ അവിടെ നിന്ന്, ഭൂമിയിലാണെങ്കിൽ അവിടെ നിന്ന് അള്ളാഹുവിന് എടുക്കാൻ കഴിയുമെന്നാണ് ആര് പറയുന്നത്? മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം പറയുന്നത്. അപ്പൊ യാ ബുനയ്യ, പൊന്നുമോനെ, നീ ഒരു തെറ്റു ചെയ്താൽ അള്ളാഹു അത് കാണുന്നുണ്ട് എന്ന ബോധമുണ്ടാവണം. നിന്റെ കണ്ണുകൊണ്ട് നീ ചെയ്യുന്ന തെറ്റുകള്, നിന്റെ ചെവിയിലൂടെ ചെയ്യുന്ന തെറ്റുകള്, നിന്റെ ഖൽബിലൂടെ ചിന്തിക്കുന്നത് വരെ. അതാണ് നേരത്തെ പറഞ്ഞത്, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. ഖൽബിലുണ്ടാകുന്ന ചിന്തകളെ വരെ അള്ളാഹു നാളെ ചോദ്യം ചെയ്യുമെന്നാ പറഞ്ഞത്. ഫയുഹാസിബു മൻ യശാ വയഗ്ഫിറു ലിമൻ യശാ വയുഅദ്ദിബു മൻ യശാ. അല്ലാഹു തആല ആ ചിന്തകളുടെ പേരിൽ ചില ആളുകളെ ശിക്ഷിച്ചേക്കാം, ചില ആളുകളെ അള്ളാഹു മാപ്പ് നൽകിയേക്കാം. ഖൽബിലുണ്ടാകുന്ന ചിന്തകളുടെ പേരിൽ അല്ലാഹു തആല ചില ആളുകളെ ശിക്ഷിച്ചേക്കാം, ചില ആളുകൾക്ക് അള്ളാഹു മാപ്പ് നൽകിയേക്കാം എന്ന പരിശുദ്ധമായ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്ത്, ഇൻ തുബ്ദൂ മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാഹ് ഫയഗ്ഫിറു ലിമൻ യശാ. നിങ്ങളുടെ ഖൽബിലുണ്ടാകുന്ന ചിന്തകളെ നിങ്ങൾ പ്രവർത്തിച്ചാലും പ്രവർത്തിച്ചില്ലേലും ശരി, അല്ലാഹു തആല നിശ്ചയമായിട്ടും അതിനെ ചോദ്യം ചെയ്യും. എന്നിട്ട് വേണമെങ്കിൽ അല്ലാഹു ശിക്ഷിക്കും, അല്ലെങ്കിൽ അല്ലാഹു മാപ്പ് നൽകിയേക്കാം. അത് അല്ലാഹുവിന്റെ ഇഷ്ടമാണെന്നാണ് അല്ലാഹു പറയുന്നത്. ഇതെല്ലാം നമ്മുടെ മക്കളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്ന് പറയുന്ന 11 വയസ്സുള്ള കുട്ടിയെ വിളിച്ച് പറയുന്നുണ്ട്, ഇഹ്ഫളില്ലാഹ്, മോനെ നീ അള്ളാഹുവിനെ സൂക്ഷിക്കണേ. എന്നാൽ അള്ളാഹു നിനക്ക് സംരക്ഷണം തരും. അള്ളാഹുവിനെ നീ സൂക്ഷിച്ചാൽ അള്ളാഹു നിനക്ക് സംരക്ഷണം തരുമെന്നാണ് അള്ളാഹു പറയുന്നത്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ശക്തമായ പ്രളയം വരുമ്പോൾ കപ്പലിലാ കയറുന്നത്. അതേ പ്രളയം വന്നപ്പോ അതേ കടലിലൂടെ അതേ വെള്ളത്തിലൂടെ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം നടന്നു നീങ്ങുന്നുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാം കപ്പൽ ഉപയോഗിച്ചു. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം കപ്പലില്ലാതെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമൂഹവും കടലിന്റെ മുകളിലൂടെ നടന്നു പോകുന്നുണ്ട്, കപ്പലിന്റെ സഹായമില്ലാതെ.
അതേ വെള്ളത്തിലൂടെ ഫിർഔൻ വന്നപ്പോൾ അള്ളാഹു ഫിർഔനിനെ മുക്കിക്കൊല്ലുന്നുണ്ട്. ഇതാണ് അള്ളാഹു, ഇതാണ് റബ്ബ് എന്ന് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഏറ്റവും വലിയ തീക്കുണ്ടാരമുണ്ടാക്കി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ ആ തീയിനെ ഏസിയാക്കി മാറ്റി അള്ളാഹു. അതാണ് അള്ളാഹു എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കുമെന്ന് 11 വയസ്സുള്ള അബ്ദുല്ലാഹിബ്നു അബ്ബാസ് തങ്ങളോട് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ, അള്ളാഹുവിനെ ചിന്തിച്ചാൽ, അള്ളാഹുവിലേക്ക് പരമേൽപ്പിക്കാൻ നമ്മൾ തയ്യാറായാൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അള്ളാഹു നമ്മുടെ കൂടെ വരും. ഹബീബായ നബി തങ്ങള് സൗർ എന്ന ഗുഹയിലേക്ക് പോയപ്പോ എത്ര ചിന്തിച്ചിട്ടാണ്, എത്ര പദ്ധതി ആവിഷ്കരിച്ചിട്ടാണ് നബി തങ്ങൾ സൗർ എന്ന ഗുഹയിലേക്ക് പോകുന്നത്. എന്നാൽ ശത്രുക്കൾക്ക് പിശാചാണ് വഴി കാട്ടി കൊടുക്കുന്നത്. സൗർ എന്ന ഗുഹയിലേക്ക് വഴി കാണിച്ചു കൊടുക്കുന്നത് പിശാചാണ്. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? ശത്രുക്കളെല്ലാം സൗർ എന്ന ഗുഹയിലേക്ക് എത്തിയിട്ടും അള്ളാഹുവിന്റെ ഹബീബിനെ കണ്ടെത്താൻ അവർക്ക് കഴിയുന്നില്ലല്ലോ. ഒരു ചിലന്തി വലയിലൂടെ അള്ളാഹുവിന്റെ ഹബീബിനെ അള്ളാഹു രക്ഷപ്പെടുത്തുകയാണ്. ചില സ്ഥലങ്ങളിൽ അള്ളാഹു തആല ചിതലുകളെ കൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിനെ രക്ഷപ്പെടുത്തുന്നുണ്ട്. അഥവാ നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കും. ആ സംരക്ഷണം എങ്ങനെയാണ്? നിനക്കൊരു കടമുണ്ടായാൽ ആ കടം അള്ളാഹു തീർത്തു തരും. പക്ഷേ അള്ളാഹുവിൽ തവക്കുലുള്ളവനാവണം. നിനക്കൊരു രോഗം വന്നാൽ ആ രോഗത്തിന് അള്ളാഹു ശിഫ തരും. പക്ഷേ നിനക്ക് തവക്കുലുള്ളവനാകണം. മാനസികമായൊരു ടെൻഷൻ ഉണ്ടായാൽ നീ മടങ്ങേണ്ടത് അള്ളാഹുവിലേക്കാണ്, ലഹരിയിലേക്കല്ല, കള്ളിലേക്കല്ല, MDMA-യിലേക്കല്ല, കഞ്ചാവിലേക്കല്ല. എന്തെങ്കിലും മാനസികമായ ടെൻഷൻ ഉണ്ടായാൽ, ടെൻഷൻ എന്ന് പറയുന്നത് തന്നെ ഖൈറാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾക്കൊരു പ്രയാസമുണ്ടായാൽ, നമ്മൾക്കൊരു ടെൻഷൻ ഉണ്ടായാൽ അല്ലാഹു തആല അതിനും പ്രതിഫലം നൽകുമെന്നാ പറഞ്ഞത്. എന്താ ടെൻഷൻ എന്ന് പറയുന്നത്? ദുഃഖം എന്ന് പറയുന്നത് എന്താണ്? തെറ്റു വന്നു പോയാൽ ആ വന്ന തെറ്റിന്റെ പേരിൽ ദുഃഖിക്കുന്നത് അല്ലാഹു പ്രതിഫലം നൽകാൻ കാര്യമാകും. പിന്നെ കഴിഞ്ഞു പോയതിനെ കുറിച്ച് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞുപോയി. വരാനിരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് വന്നിട്ട് വേണം, അത് വരുമോ എന്ന് യാതൊരു ഉറപ്പില്ല. നമ്മൾ പ്രസന്റിൽ ജീവിക്കണം പ്രിയപ്പെട്ടവരെ. നമ്മൾ ഇന്നത്തെ സമയം എങ്ങനെ ഉപയോഗപ്പെടുത്തുമെന്നാ ചിന്തിക്കേണ്ടത്. ഇന്നലകളിൽ കഴിഞ്ഞതിനെ ചിന്തിച്ചാലോചിച്ച് നിങ്ങൾ ടെൻഷനാവേണ്ട. നാളെ വരാനിരിക്കുന്നതിനെ വെപ്രാളത്തോടെ ആശങ്കയോടെ കാത്തിരിക്കുകയും വേണ്ട. അത് വരുമെന്ന് യാതൊരു ഉറപ്പില്ല. അത് വന്നാൽ നിങ്ങൾ ഉണ്ടാകുമെന്ന് യാതൊരു ഉറപ്പില്ല. കഴിഞ്ഞതോ അത് കഴിഞ്ഞു. ഇനി ഇതിനെ മാറ്റാനും കഴിയില്ല. അതുകൊണ്ട് എന്താ വേണ്ടതെന്നറിയോ പ്രിയപ്പെട്ടവരെ? പ്രസന്റിൽ ജീവിക്കുക എന്നുള്ളതാണ്. ആ പ്രസന്റിൽ ജീവിക്കുമ്പോ പൂർണ്ണമായി അള്ളാഹുവിലേക്ക് തവക്കുലാക്കുക, അള്ളാഹുവിലേക്ക് പരമേൽപ്പിക്കുക. അങ്ങനെ അള്ളാഹുവിലേക്ക് പരമേൽപ്പിച്ചാൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഇത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. 15 വയസ്സാകുമ്പോ മക്കൾ വിളിച്ചിട്ട് പറയണം, മോനെ ഇനിയുള്ള ഓരോ ചുവടുവെപ്പും പടച്ചോനെ സൂക്ഷിച്ചിട്ടാവണം. നീ പോകുന്ന വഴിയിൽ, നടക്കുന്ന വഴിച്ചാരകളിൽ, ഉറങ്ങുന്നിടം, പഠിക്കുന്നിടം, യാത്ര ചെയ്യുന്നിടങ്ങളിൽ അള്ളാഹുവിനെ നീ സൂക്ഷിച്ചാൽ നിന്റെ എല്ലാ പ്രയാസങ്ങളിലും സഹായത്തിന് അള്ളാഹു ഉണ്ടാകും. നിന്റെ സഹായങ്ങളിൽ അള്ളാഹു ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഹബീബായ നബി തങ്ങളെ മക്കയിൽ നിന്ന് ആട്ടിയോടിക്കുമ്പോൾ അതിന് പകരം അല്ലാഹു തആല മദീനയിലുള്ള രാജാവായി മാറ്റി നബി തങ്ങളെ. ജനിച്ച മണ്ണിൽ ജീവിക്കാൻ അനുവദിക്കാതെ അള്ളാഹുവിന്റെ ഹബീബിനെ മക്കയിൽ നിന്ന് ഇറക്കി വിട്ടപ്പോ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ മദീനയുടെ ഒരു രാജ്യത്തിന്റെ, ഒരു നാടിന്റെ ഭരണാധികാരിയാക്കി മാറ്റി. അതേപോലെ ഹബീബായ നബി തങ്ങളുടെ ഭാര്യയെ നഷ്ടപ്പെട്ടപ്പോ, ഹബീബായ നബി തങ്ങളുടെ പിതൃവ്യൻ അബൂ ത്വാലിബിനെ നഷ്ടപ്പെട്ടപ്പോ, ത്വായിഫിന്റെ മണലാരുണ്യത്തിനെ നബി തങ്ങളുടെ കാലിലേക്ക് കല്ലെറിഞ്ഞപ്പോ, നബി തങ്ങളുടെ മുട്ടിലേക്ക് കല്ലെറിഞ്ഞപ്പോ, ഞെരിയാണിയിൽ നിന്നും മുട്ടിൽ നിന്നും രക്തം വാർന്നൊലിച്ചപ്പോ ഹബീബായ നബി തങ്ങൾക്ക് അല്ലാഹു തആല ആശ്വാസം നൽകുന്നത് യാത്ര നൽകിയിട്ടാണ്, യാത്ര കൊണ്ടുപോയിട്ടാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. അല്ലാഹു തആല ആശ്വാസത്തിനൊരു ടൂർ കൊണ്ടുപോവുകയാണ്, യാത്ര കൊണ്ടുപോവുകയാണ്. യാത്ര എന്നത് എപ്പോഴും ആശ്വാസമാണ്.
എപ്പോഴും ഒരു റിലാക്സ് ആണ്, എപ്പോഴും ഒരു റീഫ്രഷ്മെന്റ് ആണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോടൊക്കെ പറയാണ്, ജോലിയുടെയും ബിസിനസിന്റെയും കച്ചവടത്തിന്റെ ഒക്കെ തിരക്കില് എപ്പോഴെങ്കിലും വർഷത്തിലൊരു തവണയെങ്കിലും യാത്ര പോകണം നമ്മള്. അത് ഇന്ത്യ രാജ്യത്താണെങ്കിലും ഇന്ത്യയുടെ പുറത്താണെങ്കിലും ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ നമ്മൾ പുതിയ ആളായി മാറും, നമ്മളൊന്ന് റിഫ്രഷ് ആകും. ആഴ്ചയിൽ ഒരു തവണ കഴിയുമെങ്കിൽ ലീവ് എടുക്കണം. ഏത് ജോലിക്കാരാണെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ലീവ് എടുക്കണം. എന്തിനാണ് ആ ലീവ് എന്ന് ചോദിച്ചാൽ, ശമ്പളം വരെ കട്ടായേക്കാൻ കുഴപ്പമില്ല. ആ ശമ്പളം കട്ടായാലും അത് നിങ്ങൾക്ക് ഭാവിയിലേക്കുള്ള എനർജിയാണ്. മെന്റലി നിങ്ങൾക്കത് വലിയ എനർജി നൽകും, ഫിസിക്കലി നിങ്ങൾക്ക് വലിയ ഹെൽത്ത്, ആരോഗ്യം തരും. അത് ആഴ്ചയിൽ ഒരു തവണ ലീവ്, കൊല്ലത്തിലൊരു ടൂറ്, ഒരു യാത്രയൊക്കെ ഉണ്ടാവണം. ഹബീബായ നബി തങ്ങൾ മാനസികമായി തളർന്നപ്പോ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന അവസ്ഥ പോലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വല്ലാത്ത ബേജാറോടെ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നൊരു ദുആ ഉണ്ട് പ്രിയപ്പെട്ടവരെ. അല്ലാഹുമ്മ ഇലൈക അഷ്കൂ ളഅഫ ഖുവതി. ഇത് ഏത് സന്ദർഭമാണെന്ന് നിങ്ങൾക്കറിയുമോ പ്രിയപ്പെട്ടവരെ? 2.5 വർഷക്കാലം ഹബീബായ നബി തങ്ങൾ പച്ചയായ ഇലകൾ കഴിച്ച് ജീവിക്കുകയാണ്, പച്ചിലകൾ കഴിച്ച് ജീവിക്കുകയാണ് ഹബീബായ നബി തങ്ങള്. നബി തങ്ങളുടെ ഭാര്യ ഖദീജ ബീവി, നബി തങ്ങളുടെ മക്കള് എല്ലാവരും, നബി തങ്ങളുടെ കുടുംബക്കാരെല്ലാവരും മരത്തിന്റെ മുകളിൽ കയറി ഇലകൾ താഴേക്കിട്ട് ആടുകളെ കഴിക്കുന്നത് പോലെ പച്ച ഇലകൾ കഴിച്ച് ജീവിക്കുകയാണ് 2.5 വർഷക്കാലം. എന്നിട്ടോ പട്ടിണി കാരണം അവരെല്ലാവരും കല്ല് വെച്ച് കെട്ടുകയുണ്ടായി. രോഗം കാരണം ഖദീജ ബീവി വഫാത്തായി. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പ്രയാസം അനുഭവിച്ചിട്ട് ഖദീജ ബീവിയുടെ വഫാത്ത് സഹിച്ചിട്ട്, അതേപോലെ അബൂ ത്വാലിബിന്റെ വഫാത്തിന്റെ വേദനയും സഹിച്ചിട്ട് ആശ്വാസത്തിന് വേണ്ടി ത്വായിഫിലേക്ക് പോയപ്പോ ത്വായിഫിൽ നിന്ന് നിരന്തരമായ കല്ലേറ ലഭിച്ചത്, കുടിക്കാനുള്ള വെള്ളം പോലും നൽകിയില്ല. എന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോ നാട്ടിൽ അഭയം നൽകാൻ ആളില്ല. അബൂ ത്വാലിബ് മരണപ്പെട്ടിട്ടുണ്ട്, നാട്ടിൽ സ്വീകരിക്കാൻ ആളില്ല. എന്ത് ചെയ്യണമെന്നറിയുന്നില്ല, ഏത് സമയത്തും കൊല്ലപ്പെടുമെന്നുള്ള സാഹചര്യം ഉണ്ടായപ്പോ ഒന്നും ആലോചിച്ചില്ല. ദുനിയാവിലുള്ള എല്ലാ വഴികളും അടഞ്ഞുപോയി, ദുനിയാവിലുള്ള എല്ലാ വഴികളും അടഞ്ഞുപോയി. ആ സമയത്താണ് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ഒരു ദുആ ചെയ്യുന്നത്. അല്ലാഹുമ്മ ഇലൈക അഷ്കൂ ളഅഫ ഖുവതി. പടച്ചവനെ, അല്ലാഹുവേ, ഞാൻ ബലഹീനനായി പോയി. അല്ലാഹുമ്മ ഇലൈക അഷ്കൂ ളഅഫ ഖുവതി. എന്റെ ബലഹീനത ഞാൻ നിന്നോട് തുറന്നു പറയുകയാണല്ലോ. നോക്കൂ നിങ്ങൾ, ആരാ? ഹബീബായ നബി തങ്ങള്. ഓരോ മക്കളും പട്ടിണി കിടന്നിട്ടൊക്കെയാണ് രോഗിയായി മരിച്ചു പോകുന്നത്. നബി തങ്ങളുടെ 7 മക്കളിൽ 6 പേരും അള്ളാഹുവിന്റെ ഹബീബിന്റെ കാലത്ത് തന്നെ വഫാത്താകുന്നുണ്ട്. ആ ഹബീബായ നബി തങ്ങളാ പറയുന്നത്, അല്ലാഹുമ്മ ഇലൈക അഷ്കൂ ളഅഫ ഖുവതി. അല്ലാഹുവേ, എന്റെ ബലഹീനത, എന്റെ കഴിവില്ലായ്മ, എന്റെ അശക്തത ഞാൻ നിന്റെ മുന്നിൽ തുറന്നു പറയുകയാണല്ലോ. വഖില്ലത ഹീലതി. എന്റെ തന്ത്രങ്ങള്, എന്റെ എല്ലാ തന്ത്രങ്ങളും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്റെ മുന്നിൽ വേറൊരു വഴിയില്ല. വഹവാനി അലന്നാസ്. ജനങ്ങളുടെ മുമ്പിൽ ഞാൻ നിസ്സാരനായിട്ടുണ്ട്, ഞാനൊരു നിസ്സാരക്കാരനായി മാറിയിട്ടുണ്ട്. എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരാളായി ഞാൻ മാറിയിട്ടുണ്ടല്ലോ. അൻത അർഹമുർ റാഹിമീൻ. നീയാണല്ലോ കാരുണ്യവാൻ. അൻത റബ്ബുൽ മുസ്തലഅഫീൻ. ബലഹീനരായ ദുർബലരായ ആളുകൾക്ക് സഹായം നൽകേണ്ടത് നീയല്ലയോ അല്ലാഹ്. വ അൻത റബ്ബി. നീ എന്റെ രക്ഷിതാവാണല്ലോ. ഇലാ മൻ തകിലുനി. നീ ആരെയാണ് റബ്ബേ എന്നെ ഏൽപ്പിക്കുന്നത്? ഞാൻ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് ഇതാ ആരാരുമില്ലാതെ ഒറ്റപ്പെട്ട് എന്റെ നാടിന്റെ പുറത്തിങ്ങനെ അഭയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇനി ഞാൻ ആരോടാ ചോദിക്കേണ്ടത്? എന്റെ ദുർബലത, എന്റെ ബലഹീനത നീ കാണുന്നില്ല റബ്ബേ. ഇലാ മൻ തകിലുനി. ആരെയാണ് റബ്ബേ നീ എന്നെ ഏൽപ്പിക്കുന്നത്? ഇലാ ബഈദി യതജഹമുനി. എന്നെ കല്ലെറിഞ്ഞാട്ടി ഓടിക്കുന്ന തായിഫുകാരെയാണോ? അം ഇലാ അദുവിൻ മല്ലക്തഹു അംരി. എന്നെ ഉടമപ്പെടുത്താൻ പോകുന്ന, എന്നെ കൊല്ലാൻ പോകുന്ന എന്റെ ഈ നാട്ടുകാരെയാണോ?
ഇല്ലം യകുൻ ബിക ഗളബുൻ അലയ്യ ഫലാ ഉബാലി. അല്ലാഹുവേ, നിനക്ക് എന്നോട് കോപമില്ലെങ്കിൽ എനിക്കൊരു പ്രശ്നവുമില്ല റബ്ബേ, ഞാൻ ഇതെല്ലാം സഹിച്ചോളാം. പക്ഷേ നിന്റെ കോപം കൊണ്ടാണ് നീ ഇതെല്ലാം ചെയ്യുന്നതെങ്കിൽ എനിക്ക് സഹിക്കാൻ കഴിയില്ല. എന്നോട് നിനക്ക് ഇഷ്ടമുണ്ട്, ആ ഇഷ്ടം കാരണത്താലാണ് ഈ പരീക്ഷണങ്ങളെങ്കിൽ എനിക്കത് പ്രശ്നമല്ല അല്ലാ, ഞാനത് സഹിക്കാൻ തയ്യാറാണ്. ഗൈറ അന്ന ആഫിയതക ഹിയ ഔസഉ ലി, എന്നാലും നീ എനിക്ക് സുഖം തരണമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അഊദു ബിനൂരി വജ്ഹികല്ലദീ യശ്റഖത് ലഹുൽ ളുലുമാൻ, ഇരുട്ടിലെ വെളിച്ചം നൽകുന്ന നിന്റെ വജ്ഹ് കൊണ്ട് ഞാൻ കാവൽ തേടുകയാണ്. വസലുഹ അലൈഹി അംറുദ് ദുനിയാ വൽ ആഖിറ, ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യുന്ന നിന്റെ വജ്ഹ് കൊണ്ട് ഞാൻ കാവൽ തേടുകയാണ്. അയ്യഹുല്ല അലയ്യ ഗളബുക, നിന്റെ ദേഷ്യം എന്നിലേക്ക് ഇറങ്ങാതിരിക്കാൻ. ഔ അയ്യൻസില ബി സഖതുക, നിന്റെ കോപം എന്നിലേക്ക് ഇറങ്ങാതിരിക്കാൻ. ലകൽ ഉതുബാ ഹത്താ തർലാ, അല്ലാഹുവേ നിന്നിലേക്ക് ഞാൻ മടങ്ങുകയാണ്, നിന്നിലേക്ക് പശ്ചാത്തപിക്കുകയാണ്. ഹത്താ തർലാ, നീ ഇഷ്ടപ്പെടുന്നത് വരെ. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, നിനക്കല്ലാതെ വേറെ ഒരാളില്ല റബ്ബേ കഴിവുള്ളവൻ. അതുകൊണ്ട് നീ പറ, നീ ആരെയാണ് എന്നെ ഏൽപ്പിക്കുന്നത്? ഞാനിതാ ദുർബലനായി ഏകാന്തനായി ആരാരും സഹായിക്കാനില്ലാതെ ഒറ്റയ്ക്ക് അഭയം പ്രാപിച്ച് അഭയം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഈ ദുആഇന്റെ ഫലമായിട്ടാണ് അല്ലാഹു തആല അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നത്, ബുറാഖ് എന്ന വാഹനം കൊണ്ടുവന്നിട്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് കൊണ്ടുപോയത്, മദീനയിൽ നിന്ന് ആകാശങ്ങളിലേക്ക് കൊണ്ടുപോയത്. ദുനിയാവിലുള്ള ആളുകൾ നിങ്ങളെ കൈവിട്ടാൽ ആകാശത്തുള്ളവർ നിങ്ങളെ കൈവിടൂല, ജീവിച്ചിരിക്കുന്നവർ നിങ്ങളെ കൈവിട്ടാൽ മരിച്ചവർ നിങ്ങളെ കൈവിടൂല എന്ന പ്രതീക്ഷയാണ് മരണപ്പെട്ടു പോയ ഓരോ പ്രവാചകന്മാരും സ്വീകരിക്കാമെന്നത്, ആകാശത്തുള്ള മാലാക്കമാർ സ്വീകരിക്കാമെന്നത്. അങ്ങനെ ഒരു ടൂർ നൽകിയിട്ടാണ് അള്ളാഹുവിന്റെ ഹബീബിന് അള്ളാഹു സഹായിക്കുന്നത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് നമ്മളാ ധൈര്യം നൽകേണ്ടത്, നമ്മളാ കോൺഫിഡൻസ് നൽകേണ്ടത്. ഈ കാണുന്ന ലഹരികളുടെ പിന്നാലെ പോകാതെ, ഈ കാണുന്ന തോന്നിവാസങ്ങളുടെ പിന്നാലെ പോകാതെ നമ്മുടെ മക്കളോട് പറയണം, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ അള്ളാഹു അവർക്ക് നൽകാൻ പോകുന്ന നേട്ടങ്ങളെ കുറിച്ച് ഏത് പ്രതിസന്ധി ഉണ്ടായാലും അള്ളാഹു സഹായിക്കാനുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കേണ്ടത്. 15 വയസ്സാകുമ്പോ പെൺമക്കളെയും വിളിക്കണം, ആൺമക്കളെയും വിളിക്കണം. എന്നിട്ട് അവരോട് പറയണം, ഇനി ഞാൻ നിന്റെ പിന്നാലെ ടോക്സിക് പാരന്റിംഗ് ആയി, ഹെലികോപ്റ്റർ പാരന്റിംഗ് ആയി നിന്നിങ്ങനെ പിന്നാലെ റോന്ത് ചുറ്റി, നിന്റെ മൊബൈൽ ഫോണുകൾ പരിശോധിച്ച്, നിന്റെ സ്കൂളിലേക്ക് ആളുകളെ അയച്ച് നിന്റെ പിന്നാലെ കടന്നു വരാൻ ഞാൻ തയ്യാറല്ല. നിന്റെ കാര്യം ഇനി നീയാ നോക്കേണ്ടത് എന്ന് മക്കളോട് പറയണം. അതുകൊണ്ട് അള്ളാഹുവിനെ കാണാതെ, അള്ളാഹു അറിയാതെ ഒരു കാര്യം പോലും നിനക്ക് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് പൊന്നുമോനെ, ഇനിയുള്ള ഓരോ കാര്യങ്ങളും സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണമെന്ന് നമ്മൾ മക്കളോട് പറയണം. ഇത് മക്കളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം, ഇത് മക്കളെ മനസ്സിലാക്കി കൊടുക്കണം. അങ്ങനെ മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം അവരുടെ കൂട്ടുകാരായി ഒരു 21 വയസ്സുവരെ നമ്മൾ ഉണ്ടാവണം. അവരുടെ ബെസ്റ്റ് ഫ്രണ്ട് ആവണം. അവർക്കെല്ലാം തുറന്നു പറയാൻ കഴിയണം. ക്ലാസ് റൂമിൽ ഇരിക്കെ ആരെങ്കിലും ഈ സിഗരറ്റ് കൊണ്ടുവന്നിട്ട് ടേസ്റ്റ് നോക്കടാന്ന് പറയുമ്പോൾ അത് വീട്ടിൽ വന്ന് പറയാൻ കഴിയണം, ഉപ്പ ഇന്ന് എനിക്കൊരാൾ ഈ സിഗരറ്റ് തന്നിട്ടുണ്ട്. ക്ലാസ് റൂമിൽ ഇരിക്കെ ആരെങ്കിലും ഒരാൾ ലവ് ലെറ്റർ കൊണ്ടുവരുമ്പോ, അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്യുമ്പോ, നമ്പർ വാങ്ങുമ്പോ, നമ്മളെ പിന്നാലെ കാത്തിരുന്ന പൂവാലന്മാര് ബസ് സ്റ്റാൻഡിലും വഴികളിലൊക്കെ നമ്മളെ കാത്തിരുന്നിട്ട് കമന്റുകൾ അടിക്കുമ്പോ വീട്ടിൽ വന്നിട്ട് ഉപ്പയോട് ഉമ്മയോട് പറയാൻ കഴിയണം, ഇങ്ങനെ ഇന്ന ഒരാൾ ഇന്നാലിന്ന സ്ഥലത്ത് എന്നെ നോക്കി ചിരിക്കാറുണ്ട്, എന്നോട് കമന്റ് പറയാറുണ്ട് എന്ന് പറയാനുള്ള ഒരു സൗഹൃദ ബന്ധം ഉണ്ടാവണം. നമ്മൾ ചങ്ങായിമാരോട് പറയില്ലേ, നമ്മൾക്ക് ആരെങ്കിലും എന്തെങ്കിലും തന്നാൽ നമ്മൾ ചങ്ങായിമാരോട് പറയില്ലേ, നമ്മുടെ ആരെങ്കിലും ഐ ലവ് യു എന്ന് പറഞ്ഞാൽ നമ്മൾ ചങ്ങായിമാരോട് പറയില്ലേ. അതേപോലെ സ്വന്തം ഉമ്മയോട് സ്വന്തം ഉപ്പയോട് പറയാനുള്ള ഒരു സൗഹൃദ ബന്ധം മക്കൾക്കിടയിൽ ഉണ്ടാക്കണം. 15 വയസ്സ് മുതൽ 21 വയസ്സ് വരെ അവരുടെ കൂട്ടുകാരായി നിങ്ങൾ യഥാർത്ഥ ഫ്രണ്ട് ആവണം. നാട്ടിലുള്ള ചങ്ങാതിമാരുടെ കൂടെ യാത്ര പോകുന്നതിനേക്കാളും അവർക്ക് ഉമ്മയുടെയും ഉപ്പയുടെയും കൂടെ യാത്ര പോകാൻ താല്പര്യം ഉണ്ടാകണം. അങ്ങനെയല്ലേ നമ്മളൊക്കെ പണ്ടുണ്ടായത്? നമ്മുടെ മക്കൾ 6ഉം 7ഉം വയസ്സ് വരെ അവർക്ക് സ്കൂളിൽ നിന്ന് ടൂർ പോകുന്നതിനേക്കാൾ ഇഷ്ടം ഉപ്പാൻ്റെ ഉമ്മാൻ്റെ കൂടെ ടൂർ പോകാനല്ലേ. പിന്നല്ലേ സ്കൂളിൽ നിന്ന് ചങ്ങായിമാരുടെ കൂടെ ടൂർ പോകാൻ അവർക്ക് താല്പര്യം വരുന്നത് പിന്നല്ലേ, 10 കഴിയുമ്പോഴല്ലേ. അതുവരെ ഉപ്പയും ഉമ്മയില്ലാതെ ടൂർ അവർക്കറിയില്ല. ഉപ്പ എവിടെ പോകുമ്പോഴും ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരുന്നവർ ഉപ്പ വിളിച്ചാൽ പോലും വരാത്ത സാഹചര്യത്തിലേക്ക് മാറുന്നത് എന്തുകൊണ്ടാ? നമ്മുടെ ബന്ധം
നമ്മുടെ ബന്ധം മാറുന്നത് കൊണ്ടാണ്. 5 വയസ്സിൽ നമ്മുടെ മക്കളോട് കാണിക്കുന്ന ഓമനത്താണോ 12 വയസ്സുള്ള കുട്ടികളോട് കാണിക്കുന്നത്? 7 വയസ്സിൽ നമ്മൾ മക്കളെ സ്നേഹിച്ചതുപോലെ 12 വയസ്സുള്ള മക്കളെ സ്നേഹിക്കുന്നുണ്ടോ? 18 വയസ്സുള്ള മക്കളെ സ്നേഹിക്കുന്നുണ്ടോ? നമ്മളിൽ നിന്ന് സ്നേഹമകലുമ്പോൾ മക്കളിൽ നിന്നും സ്നേഹമകലും. മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ സൗകര്യത്തിന് വേണ്ടി കൊടുക്കാനുള്ളതല്ല. ഈ കാലഘട്ടത്തിൽ തീരെ മൊബൈൽ ഫോൺ കൊടുത്തൂടാ എന്ന അവകാശം എനിക്കില്ല. തീരെ കൊടുത്തൂടാ എന്ന വാദം എനിക്കില്ല. കൊടുക്കണം. കൊടുക്കുമ്പോഴും അതൊരു ഉപകാരപ്രദമായതേ കൊടുക്കാൻ പാടുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഗെയിമിന്റെ പിന്നാലെ നമ്മുടെ മക്കൾ പോകരുത്. ഗെയിം കളിച്ചാൽ ഫോണില്ല, അത് ബാൻ ചെയ്യണം. നമ്മുടെ മക്കൾക്ക് മൊബൈൽ ഫോണിൽ പഠനാർഹമായ വീഡിയോകൾ യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് കൊടുക്കണം. തുടക്കത്തിലൊക്കെ പഠനാർഹമായ ഒരുപാട് വീഡിയോകളുണ്ട് യൂട്യൂബിൽ. അത് തന്നെ മലയാളത്തിലല്ല, ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ. മലയാളം നമ്മുടെ മക്കൾ എന്തായാലും വീട്ടിൽ നിന്ന് സംസാരിക്കാൻ പഠിക്കും. അത് പിന്നെ മലയാളം വീഡിയോസ് അവരെ പിന്നെ മൊബൈൽ നോക്കിയിട്ട് ഒരു കാര്യമില്ല. മൊബൈൽ കൊടുക്കാൻ പാടില്ല. ഏതായാലും കൊടുക്കുമ്പോൾ അതുകൊണ്ടൊരു ഉപകാരം ഉണ്ടാവട്ടെ എന്ന ചിന്തയെങ്കിലും നിങ്ങളിൽ ഉണ്ടാകണം. ഫോൺ കൊടുത്തൂടാ. ഒരു 5-6-7 വയസ്സ് വരെ ഒന്നും മക്കൾക്ക് ഫോണേ കൊടുക്കാൻ പാടില്ല. പക്ഷേ ഈ കാലഘട്ടത്തിൽ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ജനിച്ച് വീഴുന്നത് തന്നെ മൊബൈൽ ഫോണിലേക്കാണ്. കഴിയുമെങ്കിൽ പ്രസവം പോലും ലൈവായിട്ട് ഭർത്താവിന് കാണിച്ചു കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ നമ്മുടെ ഭാര്യമാർ ഇനിയുള്ള കാലത്ത് ശ്രമിക്കും. ചിരിക്കണ്ടെന്നും വേണ്ട, ഇതൊക്കെ നടക്കും. ലൈവായിട്ട് പ്രസവിക്കും. ഭർത്താവ് ഗൾഫിൽ നിന്ന് കാണും പ്രസവിക്കുന്നതൊക്കെ. അങ്ങനെയൊക്കെ വരും. ഒന്നുമില്ല, അത്ഭുതമൊന്നുമല്ല. ലൈവായിട്ട് പ്രസവിച്ചില്ലേ സിനിമയിൽ. പിന്നെ ഭാര്യക്ക് ഭർത്താവിനെ പ്രസവിപ്പിച്ച് കാണിച്ചു കൊടുക്കാനാ പണി. ഒക്കെ നടക്കും. അപ്പൊ അത്രത്തോളം സംവിധാനങ്ങൾ വളരുമ്പോൾ ഫോൺ ഉപയോഗിക്കരുത് എന്ന് പറയുമ്പോൾ നമ്മുടെ മക്കൾ ഔട്ട്ഡേറ്റഡ് ആയിട്ട് മാറും. ലോകം തിരിയാത്ത ആളുകളായിട്ട് മാറും. ഇപ്പൊ ടുട്ടുമ ടുട്ടുമ എന്നുള്ള പാട്ടൊന്നും എനിക്കറിയില്ല. പാട്ടേ കേട്ടിട്ടില്ല. ടുട്ടുമ എന്തൊരു പാട്ടുണ്ടല്ലോ, എനിക്ക് കേട്ടിട്ടേ ഇല്ല. ഒരു കുട്ടി, എൻ്റെ 6 വയസ്സുള്ള കുട്ടി, എൻ്റെ 6 മാസമുള്ള കുട്ടീൻ്റെ മുന്നിൽ ഇങ്ങനെ ടുട്ടുമാക്കുന്നത് ഞാൻ കണ്ടു. അപ്പം ഇങ്ങനത്തെ എന്തൊരു പാട്ടുണ്ട്. പിന്നെ ഒരു പ്രസംഗം വൈറലായി. അതൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ എന്തൊരു സംഭവം ഉണ്ടെന്ന് പിന്നെ എനിക്ക് മനസ്സിലായി. നമുക്കറിയുന്നില്ല, അവരുടെ ലോകം നമുക്ക് അറിയുന്നില്ല. ചിലപ്പോൾ അത് എൻ്റെ വീട്ടിൽ നിന്ന് എന്തായാലും കേട്ടിട്ടില്ല. എൻ്റെ വീട്ടിൽ കാരണം മലയാളത്തിൽ ഇന്ന് വരെ ഒരു വീഡിയോ എൻ്റെ വീട്ടിൽ കണ്ടിട്ടുണ്ടാവില്ല. അവർ പുറത്തുനിന്ന് ഏതെങ്കിലും ചങ്ങായിമാരുടെ അടുത്തുനിന്നോ കസിൻസിൻ്റെ അടുത്തുനിന്നോ അപ്പുറത്തെ തറവാട്ടിൽ എവിടെന്നെങ്കിലും കണ്ടിട്ടുണ്ടാവും. ചുട്ടുമൊക്കെ കുട്ടി, അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ നിന്നായിരിക്കും. എൻ്റെ വീട്ടിൽ ഇതുവരെ ഒരു മലയാളം വീഡിയോ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ എന്തായാലും അവർ ഫോൺ നോക്കണം. ആ നോക്കുന്നത് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഫോൺ കൊടുക്കാതിരുന്നിട്ടൊന്നും കാര്യമില്ല. കൊടുക്കണം. പക്ഷെ കൊടുക്കുന്നതിനൊരു ലിമിറ്റ് വെക്കണം. നമ്മൾ ചോദിക്കുമ്പോൾ അവർ തരണം, തിരിച്ചരണം. വൈകുന്നേരം സ്കൂൾ വിട്ടെന്നാൽ നമ്മൾ കുട്ടികളൊക്കെ അവരെടുത്തിട്ട് നോക്കൂല. TV വെച്ച് തരുമോ, ടാബ് എടുത്തോട്ടെ എന്ന് ചോദിക്കും. എടുത്തോ. നമ്മൾ ചോദിക്കുമ്പോൾ തിരിച്ചരണം എന്ന് പറയും. ചോദിക്കുന്ന സമയമാകുമ്പോൾ സമയമായി വെക്കെന്ന് പറയും. അപ്പോൾ വെക്കും. അങ്ങനെ ഒരു സിസ്റ്റം, ഒരു ശീലം നമ്മുടെ മക്കളിൽ നമ്മൾ ഉണ്ടാക്കണം. ഇത് ഉമ്മമാർക്ക് ഈസി, അടുക്കള പണി ഈസിയാകാൻ അല്ലെങ്കിൽ വേറെന്തെങ്കിലും പണി ഈസിയാകാൻ പിടിക്കുമെന്ന് പറഞ്ഞ് മൊബൈൽ കൊടുത്തിട്ട് ഇങ്ങനെ വിടും. അവരിങ്ങനെ ഇരുന്ന് കണ്ണിന് പ്രശ്നമാണ്, ബ്രെയിനിന് പ്രശ്നമാണ്. തീരെ നോക്കാൻ പാടില്ല. പിന്നെ നമ്മൾ കൊടുക്കുന്നു എന്നുള്ളത് കാലഘട്ടത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ കൊടുത്തു പോവുകയാണ്. ആ കൊടുക്കുന്നത് പോലും ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ കഴിയണം. മൊബൈൽ ഫോണിനൊക്കെ ബെസ്റ്റ് TV ആണ്. മൊബൈൽ ഫോൺ എന്ന് പറയുമ്പോൾ കുട്ടികൾ ഇത്ര അടുത്തുനിന്ന് പിടിക്കുക. ഇതാ 5G ഇന്റർനെറ്റിന്റെ റേഡിയേഷനൊക്കെ നമ്മുടെ മക്കളെ ബാധിക്കും, കണ്ണിനെ ബാധിക്കും. ഐ പ്രൊട്ടക്ഷനുള്ള ഫോണുണ്ട്. അഥവാ ഇത്ര ലോങ് വെക്കുമ്പോൾ അത് കാണാത്ത രീതിയിൽ കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഫോണിലുണ്ട്. ഇത് ലോക്കാവും. ഇത്ര എങ്ങനെ എടുത്താലും ലോക്കാവും ഫോണ്. ഇത്ര മീറ്റർ ദൂരത്ത് വെച്ചാലേ ഫോൺ ഓൺ ആവുള്ളൂ. അപ്പോൾ TV ആണ് മൊബൈലിനേക്കാളും നല്ലത്. ടാബാണ് മൊബൈലിനേക്കാളും നല്ലത്. അതാണ് കുറച്ച് ദൂരത്ത് പിടി, കുറച്ച് വെയിറ്റ് ഉള്ളത് കൊണ്ട്. അപ്പോൾ കൊടുക്കുന്നത് എങ്ങനെ ഹെൽത്തി ആയിട്ട് കൊടുക്കാമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. തീരെ കൊടുക്കാതിരിക്കണം എന്നല്ല, ഹെൽത്തി ആയിട്ട് കൊടുക്കാതിരുന്നാൽ നമ്മുടെ സ്കൂളൊക്കെ പോയാൽ അവർക്കൊന്നും ഒരു ലോകം തിരിഞ്ഞിട്ടുണ്ടാവില്ല. ആ കൊടുക്കുമ്പോൾ ഇംഗ്ലീഷിൽ തന്നെ ദീനിയായിട്ടുള്ള ഒരുപാട് ഇംഗ്ലീഷ് കാർട്ടൂണുകളുണ്ട്. അത് വെച്ചു കൊടുക്കാം. ഹിന്ദിയിൽ വെച്ചു കൊടുക്കാം. ഭാഷ പഠിക്കട്ടെ, അവർ ലാംഗ്വേജ് പഠിക്കട്ടെ. സ്കൂളിലൊക്കെ പോകുമ്പോൾ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ കേട്ടിട്ട് പഠിക്കണമെന്ന്. LSR എന്നാ പറയാ, ലിസണിങ്, സ്പീക്കിംഗ്. പിന്നെ ആദ്യം നമ്മൾ കേട്ട് പഠിക്കും. ഇപ്പൊ നമ്മൾ മലയാള ഭാഷയൊക്കെ കേട്ടിട്ടല്ലേ പഠിക്കുക. ആദ്യം കേൾക്കണം. കേട്ടിട്ട് സംസാരിക്കുക. സ്പീക്കിംഗ് അങ്ങനെ വരിക. നമ്മൾ തീരെ കേൾക്കാത്തത് കൊണ്ടാണ് ലാംഗ്വേജ് പലപ്പോഴും സംസാരിക്കാൻ കഴിയാത്തത്. അപ്പോൾ കുട്ടികൾ ആദ്യം എന്ത് ചെയ്യട്ടെ, ലിസണിങ് ചെയ്യട്ടെ.
ആ ലിസണിങ്ങിലൂടെ അവരുടെ ലാംഗ്വേജ് ഉഷാറാകും. അപ്പോൾ ഇതൊന്ന് മൊബൈൽ ഫോൺ അഡിക്ഷന് മാറ്റണമെങ്കിൽ ഉമ്മമാർക്ക് കൃത്യമായ ബോധമുണ്ടാണ്. ഇതെപ്പോൾ കൊടുത്തു, ഒരു ദിവസത്തിൽ എത്ര സ്ക്രീനിങ് ടൈം കൊടുക്കണം, ഒരു ദിവസത്തിൽ എത്ര സ്ക്രീനിങ് ടൈം കൊടുക്കണം എന്ന് ഉമ്മ കൃത്യമായ ബോധമുണ്ടാണ്. അത് മക്കളോട് പറയാം, ഒരു ദിവസം ഞാൻ ഇത്രേ തരുള്ളൂ, 1 മണിക്കൂർ രാവിലെ അല്ലെങ്കിൽ 1 മണിക്കൂർ രാത്രി, അങ്ങനെ 2 മണിക്കൂർ ഞാൻ തരുള്ളൂ. എന്നിട്ട് എനിക്കൊന്ന് കൊടുത്തുവിടാന്നാണ് ഇന്നത്തെ ആരാ പറയുക, ഈ ഹെൽത്തുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ പറയുന്നത് അങ്ങനെ കൊടുത്തുവിടാൻ. എന്നാലും നമ്മളങ്ങനെ പറയാണ് 1 മണിക്കൂർ രാവിലെ 1 മണിക്കൂർ വൈകുന്നേരം. ആ പറഞ്ഞ സമയമായാൽ സമയത്ത് നമ്മളത് വാങ്ങി വെക്കണം. വാങ്ങി വെച്ചില്ലെങ്കിൽ അവർക്കത് ശീലാകും. സമയമാകുമ്പോൾ നമ്മളത് വാങ്ങി വെക്കണം. വാങ്ങിക്കുമ്പോൾ അവർ കരയില്ല, നമ്മളിത് ശീലാക്കി കൊടുത്താൽ കരയില്ല. നമ്മളിത് എപ്പോഴും തോന്നും പോലെ നോക്കി പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരുമ്പോൾ നമുക്കെന്തെങ്കിലും ആവശ്യം വരുമ്പോൾ പിടിച്ചു വലിച്ച് അവർ കരയും. അത് സൂയിസൈഡിലൊക്കെ എത്തും കുറച്ചും കൂടി കഴിഞ്ഞാൽ. അപ്പം അങ്ങനെയല്ല, എല്ലാറ്റിനും ഒരു ശീലം ഉണ്ടാകണം. കൊടുക്കുമ്പോൾ ഇത്ര സമയം നോക്കാം. അപ്പം അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ തെറ്റ് ചെയ്തു, അവർ പഠിച്ചില്ല, ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ ഇന്നത്തെ സ്ക്രീൻ ഉണ്ടെങ്കിൽ ഞാൻ ഒഴിവാക്കും, എന്നിട്ട് ഈ മൊബൈൽ കാണിച്ചു തരില്ല. അപ്പോൾ അവർ കൃത്യമായിട്ട് ചെയ്തു. അങ്ങനെ ഏതെങ്കിലും ദിവസം ഹോംവർക്ക് ചെയ്യാതെ പഠിക്കാതിരുന്ന അന്ന് മൊബൈൽ കൊടുത്തൂടാന്ന് പറഞ്ഞാൽ കൊടുത്തൂടാ, കരഞ്ഞാലും കൊടുത്തൂടാ, ഇത്ര വാശി പിടിച്ചാലും കൊടുത്തൂടാ. അങ്ങനെ ഒരു ബോധം ഉമ്മമാർക്ക് ഉണ്ടാവും. ഒന്ന് ലഹരിയുടെ വിഷയത്തിൽ, കള്ളിൻ്റെ വിഷയത്തിലൊക്കെ ആണെങ്കിൽ അത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മുടെ വീട്ടിലുള്ള മക്കളുടെ സ്വഭാവത്തിൽ മാറ്റം വരുമ്പോൾ നമ്മൾക്ക് തിരിച്ചറിയാം. അത് നല്ല ഉമ്മമാരാണെങ്കിൽ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ലഹരി ഉപയോഗിക്കുന്ന കുട്ടിയെ പിടിക്കാൻ കഴിയും. മക്കളെ നിരന്തരമായി നിരീക്ഷിക്കുന്ന, മക്കളെക്കുറിച്ച് നല്ല ബോധമുള്ള ഉമ്മമാരാണെങ്കിൽ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ മക്കൾ കള്ളു കുടിച്ചാലും ലഹരി ഉപയോഗിച്ചാലും MDM ഉപയോഗിച്ചാലൊക്കെ തിരിയും അവർക്ക്. കാരണം അവരുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരും. ഇന്നലകളിലുള്ള സ്വഭാവമായിരിക്കില്ല ലഹരി ഉപയോഗിച്ചൊരു മകൻ, കഞ്ചാവും MDM ഒക്കെ ഉപയോഗിക്കുന്ന മകനുണ്ടാവുക. അവനിത് കൃത്യമായി ഉപയോഗിക്കുമ്പോൾ അവൻ്റെ ചില സ്വഭാവങ്ങളിലൊക്കെ മാറ്റം വന്നു തുടങ്ങും. അപ്പോൾ നിങ്ങൾക്കത് തിരിയണം. എന്തോ ഒരു അപാകതയുണ്ട്. സ്ത്രീകളുടെ ഭാഗത്ത് ബക്കറ്റ് വരും ഇൻഷാ അല്ലാഹ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹകരിക്കുക. നല്ലൊരു എമൗണ്ട് ഇട്ട് കൊടുക്കുക. അർശിൻ്റെ തണൽ കിട്ടണം എന്നുള്ള നിയത്തോടു കൂടി തന്നെ കൊടുക്കുക. ബക്കറ്റാണ് അർശിൻ്റെ തണൽ കിട്ടാൻ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള സ്വതക്ക എന്ന് പറയുന്നത്. കാരണം വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാത്തൊരു സ്വതക്കയാണ് ബക്കറ്റ്. അതുകൊണ്ട് നല്ലൊരു എമൗണ്ട് 500 1000 ബക്കറ്റിലിട്ട് എല്ലാവരും സഹകരിക്കുക. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു കാക്കട്ടെ, ഷർറായ ഖദാഇൽ നിന്ന് കാക്കട്ടെ, അപകടങ്ങളിൽ നിന്ന് കാക്കട്ടെ. അപ്പോൾ അതൊന്ന് ലഹരിയുടെ കാര്യം, മയക്കുമരുന്നിൻ്റെ കാര്യം. വീട്ടിൽ നമ്മുടെ മക്കൾക്ക് ചില സ്വഭാവ മാറ്റങ്ങളൊക്കെ വരും. അവരുടെ ബെഡ്ഷീറ്റ് അവരുടെ പില്ലോ, അവരുടെ ബാഗ്, ഇതൊക്കെ നമ്മൾ പരിശോധിക്കുക. നമ്മളൊക്കെ സ്കൂളിലടക്കം പരിശോധിക്കാറുണ്ട്. ഇടയ്ക്കിടെ 8ന്റെ മുകളിലുള്ള കുട്ടികളുടെ, പെണ്ണായാലും ആണായാലും 8ാം ക്ലാസ്സിൻ്റെ മുകളിലുള്ള കുട്ടികളുടെ ബാഗൊക്കെ നമ്മൾ സർപ്രൈസായിട്ട് അവരറിയാതെ കളിക്കാൻ പോയപ്പോൾ PT പീരീഡുകളിലൊക്കെ ചെക്ക് ചെയ്യാറുണ്ട്. എന്തിന്? ലഹരി വിൽക്കുന്നുണ്ടോ കൊണ്ടുവരുന്നുണ്ടോ എന്ന് പരിശോധിക്കൽ ഒരു സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. സ്കൂളിനെ വിശ്വസിച്ചിട്ടാണ് കുട്ടികളെ പാരൻസ് സ്കൂളിൽ ഏൽപ്പിക്കുക. അത് വിശ്വസിച്ചേൽപ്പിക്കുമ്പോൾ ആ ഒരു ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കാൻ വേണം. അതേപോലെ വീട്ടിലും നമ്മുടെ മക്കൾ ഇത് ഉപയോഗിക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് പരിശോധിക്കണം. ബാഗ് ചെക്ക് ചെയ്യണം. അവൻ്റെ സുഹൃത്തുക്കൾ ആരാ നോക്കണം. അവൻ്റെ ബെഡ്ഷീറ്റ്, പില്ലോ, അവൻ്റെ പോക്കറ്റ്, അവന് പണം കിട്ടുന്നുണ്ടെങ്കിൽ എവിടുന്നാ പണം, കൂടുതൽ പണം എവിടുന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ എന്തിനാ പണം, ഇതൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ മക്കളെ മനസ്സിലാക്കും. മുളയിലേ നുള്ളിയ തുടക്കത്തിൽ തന്നെ പിടിച്ച് അവരെ നന്നാക്കാൻ കഴിയും. ഒരു 3rd സ്റ്റേജൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവരെ നിയന്ത്രിക്കാൻ നമ്മൾക്കൊന്നും കഴിയില്ല. മൂന്നാമത്തത് പ്രണയമാണ്. പ്രണയവും അതേപോലെ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും പ്രണയം തുടങ്ങിയാൽ അവരുടെ സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടാകും. പലതും ഉമ്മയിൽ നിന്ന് മറച്ചു വെക്കാൻ ശ്രമിക്കും, പെൺകുട്ടികൾ പ്രത്യേകിച്ച്. അപ്പോൾ നല്ലൊരു ഉമ്മയ്ക്കാണെങ്കിൽ പ്രണയിച്ചു തുടങ്ങുന്ന പെൺകുട്ടിയെ അന്ന് തന്നെ പിടിക്കാൻ കഴിയും. സ്വഭാവത്തിൽ നല്ല മാറ്റം വരും. പ്രണയിക്കുന്നൊരു പെൺകുട്ടിയും പ്രണയമില്ലാത്തൊരു പെൺകുട്ടിയുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം വരും. വീട്ടിലെത്തുമ്പോൾ അവരുടെ സ്വഭാവത്തിലുള്ള മാറ്റം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്തോ ഒരു തകരാറ് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ കൃത്യമായിട്ട് അവരറിയാതെ അവരെ ഒബ്സർവ് ചെയ്യണം. അവരുടെ മൊബൈൽ ഫോണിലുള്ള കളികൾ, അവർ സ്കൂളിലേക്ക് പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ സ്കൂളിൽ ചില ആളുകൾ ഏൽപ്പിക്കണം. അങ്ങനെ പ്രണയമാണെങ്കിൽ തുടക്കത്തിൽ പിടിച്ചാൽ അതും നമ്മൾക്ക് നിയന്ത്രിക്കാൻ വളരെ ഈസിയാണ്. എന്നാൽ അതിങ്ങനെ ഡീപ്പിലേക്ക് എത്തിയാൽ, ആഴത്തിലെത്തിയാൽ അവിടെയും നമ്മൾക്ക് നിയന്ത്രിക്കുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. ചുരുക്കി പറഞ്ഞാൽ അവരുടെ കൽബിൽ, നമ്മുടെ മക്കളുടെ കൽബിൽ അള്ളാഹുവിനെ കുറിച്ചുള്ളൊരു ബോധം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് പരിഹാരം. 15 വയസ്സാകുന്ന സമയത്ത് നമ്മുടെ മക്കളെ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അള്ളാഹു ഹാലിരി, അള്ളാഹു നാലിരി, അള്ളാഹു ഷാഹിദി, അള്ളാഹു മഈ. അള്ളാഹു നിന്റെ എല്ലാ പ്രവർത്തനങ്ങളും കാണുന്നുണ്ട്. നിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അള്ളാഹു സാക്ഷിയാണ്. അള്ളാഹു ഹാദിരി എന്ന് പറഞ്ഞാൽ അള്ളാഹു ഹാജരാണ്.
അള്ളാഹു ഹാദിരി, അള്ളാഹു നാദിരി, അള്ളാഹു നോക്കുന്നുണ്ട്, അള്ളാഹു ഷാഹിദി, പ്രവർത്തനങ്ങൾക്കൊക്കെ അള്ളാഹ് സാക്ഷിയാണ്, അള്ളാഹു മഈ, അള്ളാഹു നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്ന ബോധം പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും നമ്മുടെ മക്കൾക്ക് ഒരു 15 വയസ്സാകും വിട്ടുകൊടുക്കുക. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത് വരും, നമുക്ക് ദുആ ചെയ്തിട്ട് വരും. അടുത്ത് എല്ലാവരും പുറത്തുള്ള ആളുകൾ അപ്പുറത്തേക്ക് ചെറിയൊരു ദുആ ചെയ്തിട്ട് മുസാഫത്ത് ചെയ്തിട്ട് ഇങ്ങോട്ട് ഇവിടെ നിന്ന് ചെറിയൊരു ദുആ. എല്ലാവരും പുറത്തുള്ള ആളുകളൊക്കെ കഴിയുകയാണെങ്കിൽ ബുദ്ധിമുട്ടില്ലെങ്കിൽ വാ, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم اغفر لنا ولوالدينا ربنا ارحمهم كما ربونا صغارا. അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. اللهم اغفر لنا ما سلف من ذنوبنا وعصمنا فيما بقي من أعمالنا. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് കഴിഞ്ഞു പോയ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു തരണേ അല്ലാഹ്. ഇനിയുള്ള കാലം തെറ്റുകൾ ചെയ്യാതെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമായ റബ്ബേ, നിന്നെ വെല്ലുവിളിച്ചോ നിന്നെ നിഷേധിച്ചോ നിന്നോടുള്ള അഹങ്കാരം കൊണ്ടോ ഒരു തെറ്റും ഞങ്ങളാരും ഇന്ന് വരെ ചെയ്തിട്ടില്ല അല്ലാഹ്. തെറ്റാണെന്നറിഞ്ഞിട്ടും ഞങ്ങളുടെ ഭാഗത്ത് തെറ്റ് വന്നിട്ടുണ്ട് റബ്ബേ. നിയന്ത്രിക്കാൻ കഴിയാതെ വന്നുപോയതാണ്, നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാഹ്. തെറ്റാണെന്നറിയാതെ വന്നത് നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ കൈകളെ നീ സ്വീകരിക്കണേ റബ്ബേ. തെറ്റുകാരാണ് എന്ന കാരണത്താൽ ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിച്ചില്ലെങ്കിൽ അല്ലാഹുവേ ചോദിക്കാൻ ഞങ്ങൾക്ക് വേറൊരു ഇലാഹില്ല അല്ലാഹ്. നീ ഞങ്ങൾക്ക് പുറത്തു തരണേ റബ്ബേ, നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാഹ്.